നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം അതിനു മുന്നോടിയായി ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയുണ്ട്, അതിലേക്ക്. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ടാണ്, ചിങ്ങം 7 ഇന്ന് മകം നക്ഷത്രമാണ്. ഇന്ന് ഓഗസ്റ്റ് 23 ശനിയാഴ്ച. ഇന്ന് രാഹുകാലം രാവിലെ 9:22 മുതൽ 10:54 വരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. അതിൽ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,445ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം മുതൽക്കാണ് കലിയുഗം തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നു. അന്ന് മുതൽക്ക് എണ്ണുന്ന കണക്കിലാണ് ഈ സംഖ്യ വരുന്നത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 7-ാം തീയതിയാണ്. ശകവർഷം 1947 ഭാദ്രപദ മാസം 1-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ്. ഇത് കൃഷ്ണപക്ഷമാണ്. തിഥി അമാവാസിയാണ്. 11:36 വരെയുള്ള രാവിലെ 11:36 വരെയുള്ള സമയത്താണ് അമാവാസി. അത് കഴിഞ്ഞാൽ പ്രഥമ തുടങ്ങുകയാണ്. തുടർന്ന് ശുക്ലപക്ഷ പ്രഥമ. കരണം പാമ്പ് കരണമാണ്. 11:36 വരെ ആണ് പാമ്പ് കരണമുള്ളത്. നിത്യയോഗം പരീഖ നാമ നിത്യയോഗമാണ്. അത് 1:19 വരെ ആണ് പരീഖാനാമ നിത്യയോഗം ഉള്ളത്. ഇന്ന് മകം നാളാണ്. അത് ഇന്ന് പകലും രാത്രി 12:54 വരേക്കും മകം നാൾ തന്നെയാണ്. ഞാറ്റുവേല മകം തന്നെയാണ്. വർഷ ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം ശനിയാണ്. ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:50 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:34:10 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 15 മിനിറ്റ് 20 സെക്കൻഡാണ്. ഈ ദിനമാനം എന്ന് പറയുന്നത് പകലിന്റെ ദൈർഘ്യമാണ്. അത് ഏതാനും സെക്കൻഡുകൾ വെച്ച് ദിവസേന കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 9:22 മുതൽക്ക് 10:54 വരെയുള്ള സമയത്താണ്. ഗുളികകാലം 6:18 തുടങ്ങി 7:50 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചയ്ക്ക് 1:58 തുടങ്ങിയിട്ട് 3:30 വരെയുള്ള സമയത്താണ്. യമകണ്ഠകൻ, ഗുളികൻ, രാഹു ഇതെല്ലാം വർജ്യങ്ങളായിട്ടുള്ള കാലമാണ്. ആ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത് മകരക്കൂറുകാർക്കാണ്. അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം ശുഭമല്ല. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 12:02 തുടങ്ങി 12:24 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:28 മുതൽക്ക് 12:50 വരെയാണ്. പൊതുവിൽ പറഞ്ഞാൽ 12:02 മുതൽക്ക് 12:50 വരെയാണ് അഭിജിത് മുഹൂർത്തം. ഈ മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും ദോഷ ദിവസങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും ഇതൊരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് മകൻ നക്ഷത്രമാണ്. ഇതിന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലമല്ല. പിതൃകാര്യങ്ങൾ ചെയ്യുന്നതിന്, അതുപോലെ ജലാശ്രയ കാര്യങ്ങൾ, ജലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, വിവാഹം, യുദ്ധം, അതുപോലെ സാഹസകൃത്യങ്ങൾ ഇതിനൊക്കെയാണ് ഈ നാള് അനുകൂലമായിട്ടുള്ളത്. അമാവാസിയും അനുകൂലമായിട്ടുള്ളതല്ല. അഗ്നിയാധാനം, മഹാദാനം ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇന്ന് പറ്റുന്ന കാര്യങ്ങൾ. ശനിയാഴ്ചയാണ്, മകൻ നക്ഷത്രവുമാണ്, അമാവാസിയും ആകയാൽ ഇന്ന് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുകൂലമല്ലാത്ത ദിവസമാണ്. നമസ്കാരം. ഇന്ന് സമഗ്രമായൊരു വാർത്താ ദിനമാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ആദ്യം. News headlines brought to you by Happy Jacks. Happy keeps everybody happy. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കുരുക്കുമുറുകുന്നു. കെ രാധാകൃഷ്ണനും AC മൊയ്തീനും ഇന്ന് ഹാജരാകണം. 28 പ്രതികൾക്ക് സമൻസ് നൽകി PMLA കോടതി.
കടമെടുപ്പിന് തയ്യാറെടുത്ത സർക്കാർ 3000 കോടിക്കായുള്ള കടപ്പത്ര ലേലം 26-ന്. ഓണത്തിന് ശമ്പളവും ബോണസും നൽകാൻ കാശില്ല. ജനം ബ്രേക്കിംഗ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. വിവാദങ്ങളിൽ രാജി ആവശ്യം ശക്തം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ രാഹുൽ. സെർജിയോ ഗോൾ ഭാരതത്തിന്റെ പുതിയ US അംബാസിഡർ. നിയമനം ഭാരതത്തിന് അധിക താരിഫ് ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ നിലവിൽ വൈറ്റ് ഹൌസ് ഡയറക്ടർ ഓഫ് പ്രസിഡൻഷ്യൽ. ന്യൂയോർക്ക് ദേശീയപാതയിൽ വാഹനാപകടം. നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് വിനോദസഞ്ചാരികളുമായി പോയ ബസ്. ബസ്സിലുണ്ടായിരുന്നത് ഇന്ത്യ, ചൈന, ഫിലിപ്പീൻസ് സ്വദേശികൾ. KCL ലേഡീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് ജയം. സെയിലേഴ്സിനെ നിലം പരിശാക്കിയത് 4 വിക്കറ്റിന്. റിപ്പോർട്ടുകളിലേക്ക്. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ മുൻ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും AC മൊയ്തീനും അടക്കമുള്ള നേതാക്കൾ ഇന്ന് കോടതിയിൽ ഹാജരാകണം. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട 2ാം ഘട്ട കുറ്റപത്രത്തിലെ 28 പ്രതികൾക്കും കലൂർ PMLA കോടതി സമൻസ് നൽകിയിരുന്നു. മെയ് 26-നാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ആകെ 83 പ്രതികളാണുള്ളത്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും AC മൊയ്തീനും അടക്കമുള്ള നേതാക്കൾ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ആവശ്യം വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്താണ് ഇതുമായി സംബന്ധിച്ച്? ദേവിക, 2ാം ഘട്ട കുറ്റപത്രത്തിൽ 28 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP, അതോടൊപ്പം തന്നെ AC മൊയ്തീൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രമുഖ നേതാക്കൾ ഉണ്ടായിട്ടുള്ളത്. ഇവർക്ക് നേരത്തെ തന്നെ നേരിട്ട് ഹാജരാകാനായിട്ട് PMLA കോടതി സമൻസ് അയച്ചിരുന്നു. എന്തായാലും ഇന്ന് ഈ കലൂർ PMLA കോടതിയിൽ ഹാജരായി എല്ലാ പ്രതികളും ജാമ്യം നേടണം. ഇതൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. CPM തന്നെ ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ 2ാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നു. 68-ാം പ്രതിയായിരുന്നു CPM പാർട്ടി. പിന്നീട് 67-ാം പ്രതിയാണ് ഈ പറയുന്ന AC മൊയ്തീൻ, മുൻ മന്ത്രി കൂടിയും ഒപ്പം തന്നെ CPM-ന്റെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AC മൊയ്തീൻ. 69-ാം പ്രതിയാണ് MM വർഗീസ്. കെ രാധാകൃഷ്ണൻ MP എന്ന് പറയുന്നത് 70-ാം പ്രതിയാണ്. ഇത്തരത്തിൽ സംസ്ഥാന തലം വരെ, ഏകദേശം ലോക്കൽ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള CPM-ന്റെ എല്ലാ നേതാക്കളും 8 നേതാക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അത് വലിയ രീതിയിൽ CPM എന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകിയിരുന്നു. എന്തായാലും നിലവിൽ ഈ പറയുന്ന 28 പ്രതികളും ഈ PMLA കോടതിയിൽ ഹാജരായിക്കൊണ്ട് ജാമ്യം നേടണം. ഒപ്പം തന്നെ ഈ പ്രതികൾക്കെല്ലാം 2ാം ഘട്ട കുറ്റപത്രത്തിന്റെ പകർപ്പും അതോടൊപ്പം തന്നെ ആദ്യഘട്ട കുറ്റപത്രത്തിന്റെ പകർപ്പും കോടതി നിയമാനുസൃതം നൽകുക തന്നെ ചെയ്യും. 25,000 പേജുകളാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉള്ളത്. 5,000 പേജുകൾ ഉൾപ്പെടുന്നതാണ് 2ാം ഘട്ട കുറ്റപത്രം. അതോടൊപ്പം തന്നെ CPM-ന്റെ പുറത്തുശ്ശേരി, നോർത്ത്, സൗത്ത് ലോക്കൽ സെക്രട്ടറിമാരും ഇന്ന് ഹാജരാകേണ്ടതുണ്ട്. ഇവരും ഈ പറയുന്ന 2ാം ഘട്ട കുറ്റപത്രത്തിലാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ കുറ്റപത്രം കൃത്യമായിട്ട് അത് സമർപ്പിക്കാനായിട്ട് EDക്ക് സാധിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഈ ഘട്ടത്തിൽ പൂർത്തിയായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ കണ്ടൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED 1 കോടി രൂപയുടെ കണ്ടെടുത്ത സ്വത്തുവകകൾ അത് ബാങ്കിന് കൈമാറിയിരുന്നു. പക്ഷേ കരുവന്നൂർ കേസിൽ യാതൊരു തരത്തിലുമുള്ള അനുകൂല സമീപനം ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നിക്ഷേപകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതി ED
തുടരുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് കരുവന്നൂർ സഹകരണ ബാങ്കിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനിടയിൽ തന്നെയാണ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 28 പ്രതികളും ഇന്ന് കോടതി മുന്നിൽ ഹാജരായിക്കൊണ്ട് ജാമ്യം നേടേണ്ടത്. എന്തായാലും അതിനുശേഷമായിരിക്കും മറ്റ് വിചാരണ നടപടികൾ, മറ്റു കാര്യങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ അന്തിമമായിട്ടുള്ള നിയമാനുസൃത നടപടികളും പൂർത്തീകരിക്കുക. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഏകദേശം ഒരു 11 മണിയോടുകൂടി തന്നെ എല്ലാ പ്രതികളും ഹാജരാകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ദേവിക. ശരി രേഷ്മ. BJPയുടെ സംസ്ഥാനതല ശില്പശാല ഇന്ന് തൃശൂരിൽ നടക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അടക്കം യോഗത്തിൽ വിലയിരുത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ, അപരാജിത സാരംഗി MP, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവരും പങ്കെടുക്കും. സനുക സജീവ് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സനു. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് സംസ്ഥാനതല ശില്പശാല ഇന്ന് തൃശൂരിൽ നടക്കുന്നത്. അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? ശില്പശാല ഇന്ന് 9:30 തൃശ്ശൂരിൽ ആരംഭിക്കുന്നത്. തൃശ്ശൂരിലെ നമോഭവനിലാണ് പരിപാടികൾ നടക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ പ്രകാശ് ജാവ്ദേക്കർ, അപരാജിത സാരംഗി തുടങ്ങിയ കേന്ദ്ര നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള തൃശ്ശൂരിലെ തന്നെ MP ആയിട്ടുള്ള സുരേഷ് ഗോപി, ഒപ്പം തന്നെ ജോർജ് കുര്യനും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 30 സംഘടനാ ജില്ലകളിൽ നിന്നുള്ള ജില്ലാ അധ്യക്ഷന്മാരും ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ടവരും സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർക്കാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിട്ട് അനുവാദമുള്ളത്. അതായത് വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു യോഗമായിട്ട് ഈ ശില്പശാല മാറും എന്നതിൽ സംശയമില്ല. അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വളരെ അടുത്ത നാളുകളിലേക്ക് വരാനിരിക്കുകയാണ്. ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെയാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള കാര്യങ്ങളും ഓരോ മണ്ഡലങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങളും അടക്കം മെനയുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ശില്പശാലയാണ് ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിലും ഈ ശില്പശാല അതീവ പ്രാധാന്യമുള്ളതാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 6 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്ത ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. അതായത് സുരേഷ് ഗോപി 6 മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള ലീഡോട് കൂടിയാണ് ഇവിടുന്ന് വിജയിച്ച് കയറിപ്പോയത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതീവ പ്രാധാന്യവും അതേപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. 6 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമല്ല 7-ൽ 7 വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക, ഒപ്പം തന്നെ കൊടുങ്ങല്ലൂരും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റികളിലും നിർണായക ശക്തിയായി മാറുക എന്നടക്കമുള്ള കാര്യങ്ങളും ഈ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJPയാണ് നിലവിൽ പ്രതിപക്ഷം. അവിടെ ഭരണം പിടിക്കുക, ഒപ്പം ഇരിങ്ങാലക്കുടയിലടക്കം BJPയുടെ ശക്തി തെളിയിക്കുക തുടങ്ങിയ തന്ത്രങ്ങളും ആ കാര്യങ്ങളിലുള്ള തന്ത്രങ്ങളും ഒക്കെ മെനയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെ അവിടെ നടക്കുന്ന ഒരു യോഗമായി ഇത് മാറും. കേന്ദ്ര നേതാക്കളായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറും അപരാജിത സാരംഗി അടക്കമുള്ളവരും ഒപ്പം സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു നിർണായക യോഗത്തിനാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ശരി. എന്തായാലും BJPയുടെ സംസ്ഥാനതല ശില്പശാല ഇന്ന് തൃശ്ശൂരിൽ നടക്കുകയാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളടക്കം യോഗത്തിൽ വിലയിരുത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ, അപരാജിത സാരംഗി MP, സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവരും പങ്കെടുക്കും. സനുക സജീവാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്കാണ് പോകുന്നത്. രാമനാട്ടുകരയിൽ 15 വയസ്സുകാരിയായ ബംഗാൾ സ്വദേശിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. പെൺകുട്ടിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷണം നടത്തിയില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചെങ്കിലും പ്രതികളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് വലിയൊരു ക്രിമിനൽ ആക്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് ഈ പ്രതികളിലേക്ക് എത്താൻ ഇത്രയും വൈകുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. കാരണം CCTV ദൃശ്യങ്ങളിലടക്കം പ്രതികൾ പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കാലതാമസം വരുന്നത്? നോക്കൂ ദേവിക, വെറും 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത്. ഈ സംഭവം നടന്നിട്ട് 2 ദിവസം പിന്നിട്ടിട്ടും ഈ പ്രതികളെ കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ആദ്യം മുതൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇക്കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നേരെ ഈ രാമനാട്ടുകര പോലീസ്
പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും ഈ പോലീസിൽ ഒരു പരാതി നൽകുന്നതും. അതായത് ആ സമയത്ത് വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു പരാതി ലഭിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. പക്ഷെ പോലീസ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അഴകുഴഞ്ച നിലപാടാണ് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം ഈ പെൺകുട്ടിയെ പോലീസ് അല്ല കണ്ടെത്തുന്നത്. ഈ സംഘം ആരാണോ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അവർ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വീടിനോട് ചേർന്ന ഒരു പ്രദേശത്ത് ഇറക്കി വിടുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കണ്ടതാണ്. ഈ പെൺകുട്ടിയുടെ കയ്യിലും മേലാസകലം ഇത്തരത്തിൽ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സ്ഥലത്തിലടക്കം മുറിവുകൾ ഉണ്ട് എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. അതായത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ പെൺകുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ്. അതിന് ഈ സംഭവത്തിലാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം കൃത്യമായി തന്നെ പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം അന്വേഷിക്കാൻ, ഇത്തരത്തിലൊരു കേസ് അന്വേഷിക്കാൻ പശ്ചിമ ബംഗാളിൽ നിന്ന് അന്വേഷണ സംഘം കേരളത്തിലേക്ക് എത്തിയത്. ഈ കേരള പോലീസിനെ സഹായിക്കാൻ പശ്ചിമ ബംഗാൾ പോലീസ് കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ സംഭവം നടന്നതിന് ശേഷം കൃത്യമായി CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ ആരാണ് പ്രതികൾ എന്നതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യവും വ്യക്തതയുമായിട്ടുള്ള ഒരു ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇന്ന് ഈ നിമിഷമായിട്ട് പോലും ഈ പ്രതികളെ പിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അത് കൃത്യമായി തന്നെ ഒരു ഗുരുതരമായ ഒരു വീഴ്ചയാണ്. പ്രായപൂർത്തിയാകാത്ത 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഈ രീതിയിൽ ക്രൂരമായ പീഡനത്തിനിരയാക്കുന്നു, പെൺകുട്ടിക്ക് ലഹരി വസ്തുക്കൾ നൽകുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ആ പ്രതികളെ ഉടൻ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതര വീഴ്ചയാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ പെൺകുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ല, പക്ഷേ മേലാസകലം ഇത്തരത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം, എത്രയും വേഗം. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ ക്രൂര കൃത്യം ചെയ്ത പ്രതികളെ അഴിക്കുള്ളിലാക്കണമെന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. രോഹിണി, ശരിയാണ്. ഭരണനിർവഹണ ഇടങ്ങളിൽ മനുഷ്യത്വമുണ്ടാകണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. തഹസിൽദാർ ഓഫീസിൽ ഫയലുകൾ വലിച്ചെറിഞ്ഞ് പ്രശ്നമുണ്ടാക്കിയതിന് യുവാവിനെതിരായ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഏതൊരു ഫയലിലും തീരുമാനമെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ആ ഫയലിന് പിറകിലുണ്ട് എന്നും ഉദ്യോഗസ്ഥർ ഓർമ്മിക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഹൈക്കോടതി വളരെ വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്. കാരണം സർക്കാർ ഓഫീസുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആറ്റിറ്റ്യൂഡ് ഭയന്ന് പലർക്കും സർക്കാർ ഓഫീസുകളിലേക്ക് പോകാൻ പോലും തോന്നാത്ത അവസ്ഥയാണ്. അത്തരമൊരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരമൊരു കേസുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്തിയപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഓരോ ഫയലിലും തീരുമാനമെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ആ ഫയലിന് പുറകിലുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ ഓർമ്മിക്കണമെന്നാണ്, അല്ലേ? അതെ ദേവിക, നമ്മൾ ഉൾപ്പെടുന്ന ഭൂരിപക്ഷം പേർക്കും ഈ സർക്കാർ ഓഫീസിൽ ഏതെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ നിരുത്തരവാദപരമായിട്ടുള്ളൊരു സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാണേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പലരും ചില പ്രശ്നങ്ങൾ ഈ സർക്കാർ ഓഫീസുകളിൽ സൃഷ്ടിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു കേസിൽ ആ പ്രതിയെ ആ കേസിൽ നിന്ന് കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി സുപ്രധാനമായിട്ടുള്ള ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത്. കുറ്റകൃത്യം ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം ഈ പറയുന്ന പ്രതിക്ക് ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ആ കേസ് റദ്ദാക്കി. അതോടൊപ്പം ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് സഹാനുഭൂതിയും മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകുന്നവരും ആകണം ഉദ്യോഗസ്ഥരെന്നാണ് ഹൈക്കോടതിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പരാമർശം. അതായത് ഭരണനിർവഹണ ഇടങ്ങളിൽ മനുഷ്യത്വം ഉണ്ടാകണം. മുന്നിൽ വരുന്ന ഏതൊരു ഫയലിനും മുഖമുണ്ടെന്ന് ആ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കണം. ആ ഫയലിന് പിറകിൽ ഒരു മനുഷ്യന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുണ്ട്. അങ്ങനെ ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കണം ആ ഫയലിന്മേൽ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം. അതുമാത്രമല്ല, ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വെറും കടലാസല്ല, അതിൽ ജീവിതമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. തമ്പാനൂർ സ്വദേശിയാണ് കൊല്ലത്ത്
തഹസിൽദാർ ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതായത് അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഭാര്യാപിതാവിൻ്റെ റവന്യൂ രേഖകൾ തിരുത്താനായിട്ട് ആ മനുഷ്യൻ ഈ തഹസിൽദാരുടെ ഓഫീസ് കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അത് വലിയൊരു നിരാശയ്ക്ക്, അതായത് കാര്യങ്ങളൊന്നും തന്നെ ഒരു വിധത്തിലും എങ്ങും എത്തിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു നിരാശയ്ക്ക് ഒടുവിലാണ് ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന കസേരയൊക്കെ തന്നെ വലിച്ചെറിഞ്ഞ് ചില അസഭ്യ വർഷമൊക്കെ ചൊരിഞ്ഞ്, അസഭ്യ വാക്കുകളൊക്കെ ചൊരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. അതിൽ പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 1.5 വർഷമായിട്ട് ഒരു ഫയലിൽ തീരുമാനമെടുക്കാനായിട്ട് ഒരു സാധാരണക്കാരൻ സർക്കാർ ഓഫീസ് കയറി ഇറങ്ങുന്നു. സ്വാഭാവികമായിട്ടും അതിൽ നടപടി ഉണ്ടാകുന്നില്ല, പ്രതികരിച്ചു പോകുന്നൊരവസ്ഥ. അതിലൊരു കുറ്റകൃത്യം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം ആ മനുഷ്യന് ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ താൻ ഈ കേസ് റദ്ദാക്കുന്നു എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഭരണനിർവഹണ ഇടങ്ങളിൽ ഇരിക്കുന്ന സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ മുന്നിൽ വരുന്ന ഫയലിൽ ഒരു മനുഷ്യജീവിതമുണ്ട് എന്ന് ഓർക്കണം. അതുമാത്രമല്ല, അതിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പ്രതീക്ഷകളും വിശ്വാസവും സ്വപ്നവും അതിന് പിറകിലുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും സഹാനുഭൂതിയും മനുഷ്യത്വവും ഇത്തരം ഇടങ്ങളിൽ ഉണ്ടാകണമെന്നുകൂടി ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഏറെ പ്രസക്തമായിട്ടുള്ള വരികൾ തന്നെയാണ് ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ദേവിക. ശരി രേഷ്മ, എന്തായാലും വളരെ കൃത്യമായൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്ത് കാർഷിക സർവകലാശാല. ധനപ്രതിസന്ധി മറികടക്കാൻ വിദ്യാർത്ഥികളെ പിഴിയണമെന്നാണ് സർവകലാശാലയുടെ നിർദ്ദേശം. സെമസ്റ്റർ ഫീസ് ഇരട്ടിയിലധികം ഉയർത്താനാണ് അക്കാദമിക് കൗൺസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. സാനുക്കെ സജീവ് ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനു, നമുക്കറിയാം വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കാർഷിക സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദേവിക, കാർഷിക സർവകലാശാലയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കേവലം സാമ്പത്തിക ലാഭം, അതായത് സാമ്പത്തികം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നടപടികളുടെ ഭാഗമെന്നോണമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് സെമസ്റ്റർ ഫീസ് ഇരട്ടിയാക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാർഷിക സർവകലാശാല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ, അല്ലെങ്കിൽ ഈ ആഭ്യന്തര ഫണ്ട് സ്വരൂപീകരണത്തിന്റെ ഭാഗമായി ഇവർ ഇത്തരം നടപടികൾ ആരംഭിച്ചിട്ടുള്ളതെന്നാണ് ഈ അക്കാദമിക് കൗൺസിൽ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് PhD വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് 18,780 നിന്ന് കുത്തനെ 60,000 ഉയർത്തിയിരിക്കുകയാണ്. എത്ര രൂപയുടെ വർധനമാണ് സെമസ്റ്റർ ഫീസിൽ തന്നെ വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ അതിൻ്റെ അതേ രീതിയിൽ അതേ നിലവാരത്തിൽ തന്നെയാണ് മറ്റെല്ലാ വിഭാഗങ്ങളിലുമുള്ള ഫീസ് വർധന ഉണ്ടായിരിക്കുന്നത്. PG വിദ്യാർത്ഥികളുടേത് 17,845 എന്നുള്ളത് 55,000 ആക്കിയും, ഒപ്പം തന്നെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ 12,000 എന്നതിൽ നിന്ന് 50,000 ആക്കി, ഇരട്ടിയിലധികമാക്കി ഉയർത്തിയിരിക്കുകയാണ്. ഇത് വലിയ സാമ്പത്തിക ഭാരമാണ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്നത്. അവർ ഞെട്ടലോടുകൂടിയാണ് ഈ കാർഷിക സർവകലാശാലയുടെ ഈ പുതിയ തീരുമാനത്തെ തന്നെ കേട്ടറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും SFI ഒന്നും ഇതിൽ പ്രതികരിക്കാൻ സാധ്യതയില്ലെങ്കിലും ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അതിൽ പ്രതിഷേധമുയർത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ലാഭം, അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ കാർഷിക സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ മന്ദീഭവിച്ച നിലയിലായിരുന്നു. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ആ പണം കണ്ടെത്തുക, ആഭ്യന്തരമായിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ തന്നെ ചൂഷണം ചെയ്യാമെന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ മാറുകയും ഇത്തരത്തിലുള്ള സെമസ്റ്റർ ഫീസുകൾ ഇരട്ടിയിലധികമാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഭാരം വിദ്യാർത്ഥികൾക്ക് മേലിലേക്ക് തട്ടിയിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ദേവിക. ശരി സനു. MTech പാസ്സാകാത്ത SFI നേതാവിന് PhD പ്രവേശനം നൽകിയതായി പരാതി. സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും SFI നേതാവുമായിരുന്ന ആഷിഖ് ഇബ്രാഹിം കുട്ടിക്കാണ് MTech പരീക്ഷ പാസ്സാകാതെ ചട്ടവിരുദ്ധമായി പ്രവേശന പരീക്ഷ എഴുതിച്ച് PhDക്ക് പ്രവേശനം നൽകിയത്. MTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 1ാം സെമസ്റ്റർ പരീക്ഷ പാസ്സാകാതെയാണ് SFI നേതാവിന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ PhDക്ക് പ്രവേശനം നൽകിയത്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, എങ്ങനെയാണ് MTech പാസ്സാകാത്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി, SFI നേതാവിന് PhD പ്രവേശനം നൽകാൻ കഴിയുക? കാരണം അത് ചട്ടവിരുദ്ധമല്ലേ? അത്തരത്തിലൊരു കാര്യം സംഭവിക്കാൻ പാടുള്ളതല്ലോ. പക്ഷേ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
എംടെക്കിൻ്റെ എല്ലാ സെമസ്റ്ററും പാസ്സായ അവസാന സെമസ്റ്ററും പരീക്ഷ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ചട്ടപ്രകാരം ഇത്തരത്തിൽ PhD പ്രവേശനം നൽകാൻ കഴിയുന്നത്. എന്നാൽ ഈ എല്ലാ ചട്ടങ്ങളും അട്ടിമറിച്ചുകൊണ്ട് SFI നേതാവിന് വേണ്ടി പ്രത്യേക ഉത്തരവിലൂടെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇത്തരത്തിൽ ഈ ആഷിഖ് ഇബ്രാഹിം കുട്ടിക്ക് PhDക്കുള്ള പ്രവേശനം നൽകിയിരിക്കുന്നത്. അത് സാങ്കേതിക സർവകലാശാലയുടെ ചുമതലയുണ്ടായിരുന്ന VCയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സജി ഗോപിനാഥിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായിട്ട് PhDക്കുള്ള പ്രവേശനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് സിൻഡിക്കേറ്റ് അംഗം എന്ന സ്വാധീനം ഉപയോഗിച്ച് ആണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്നുള്ളത്. മറ്റ് വിദ്യാർത്ഥികൾക്കാർക്കും ഇത്തരത്തിൽ ഒരു പ്രവേശനവും അനുവദിക്കാത്ത സാഹചര്യത്തിൽ SFI നേതാവിന് വേണ്ടി ചട്ടവിരുദ്ധമായി, അതും സാങ്കേതിക സർവകലാശാലയുടെ ചുമതലയുണ്ടായിരുന്ന VCയുടെ സ്ഥാനത്തിരുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചട്ടം മറികടന്നുകൊണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ മുൻപ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് എംടെക്കിൻ്റെ പരീക്ഷ അത് എല്ലാ സെമസ്റ്ററുകളും പൂർത്തിയാകണം എന്നുള്ളത് കർശനമായൊരു വ്യവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാന സെമസ്റ്ററിൻ്റെ പരീക്ഷയെങ്കിലും എഴുതിയിരിക്കണം എന്നുള്ളതും വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം SFI നേതാവിന് വേണ്ടിയിട്ട് സാങ്കേതിക സർവകലാശാലയുടെ VCയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ ഗോപിനാഥ് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. നേരത്തെയും പല തവണ പല വിദ്യാർത്ഥികൾക്കും SFI അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ SFI നേതാക്കന്മാർക്ക് വേണ്ടി പല യൂണിവേഴ്സിറ്റികളിലും അവിടെ ഉണ്ടായിരുന്ന SFIയുടെ നേതാക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരായിട്ടുള്ള അധ്യാപകരും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായ നിരവധി നിയമനങ്ങൾ നടത്തിയ കഥയുണ്ട്. അതിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഈ സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗം കൂടിയായിട്ടുള്ള ആഷിഖിന് വേണ്ടിയിട്ട് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനവുമൊക്കെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പല കോണുകളിൽ നിന്നും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ പലരും സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് PhD എന്ന് പറയുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ നേട്ടങ്ങളിലൊന്നാണ്. അപ്പോൾ അത്തരമൊരു തലത്തിലേക്ക് സ്വാധീനം ഉപയോഗിച്ച് കടന്നു കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അതിന് നിലവിലുള്ള ചട്ടങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അംഗീകാരം നൽകിയിരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് സാങ്കേതിക സർവകലാശാല പോയത് എന്നുള്ളതാണ്. അതിന് വൈസ് ചാൻസലർ തന്നെ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്. ഈ സെമസ്റ്റർ പാസ്സായില്ല എന്നുള്ളത് PhDക്ക് പ്രവേശനം നേടിയ ശേഷം സാങ്കേതിക സർവകലാശാലയിലെ ഡോക്ടറൽ കമ്മിറ്റി കൂടുന്നതിന് മുൻപ് മുഴുവൻ മാർക്ക് ലിസ്റ്റുകളും പരിശോധിച്ച സമയത്താണ് ഇത്തരമൊരു കാര്യം അത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് റിസർച്ച് ഡീനെ അധിക്ഷേപിച്ച യുവനേതാവ് ഡീനെ ഡെപ്യൂട്ടേഷൻ തസ്തികയിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതായത് ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയ ആളെ അവിടെ SFI നേതാവ് തന്നെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുമുള്ള വിമർശനങ്ങൾ തുറന്നു പറച്ചിലുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഡീനിൻ്റെ അതായത് ആരാണോ ഇത് കണ്ടുപിടിച്ച ഈ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചാൽ അയാൾക്ക് പിന്നീട് ഈ സേവനം നിർത്തേണ്ടി വരുന്ന IHRD എന്നുള്ള ഡെപ്യൂട്ടേഷൻ വിലക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സേവനം നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പുതിയതായിട്ടുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ എംടെക് പാസ്സാകാത്ത ഒരാൾക്ക് PhDക്ക് പ്രവേശനം നൽകിയ വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ആ PhD പ്രവേശനം റദ്ദാക്കണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇപ്പോൾ സർവകലാശാലയ്ക്ക് നിവേദനം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം തുടർച്ചയായി SFI നേതാക്കൾക്ക് വേണ്ടി പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് പ്രവേശനം നൽകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏത് രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലും സാധ്യമാകുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇത്തരത്തിൽ തെളിയിക്കപ്പെടുന്നത്. ഈ സർവകലാശാല രംഗം ശുദ്ധീകരിക്കണമെന്നും SFI നേതാക്കൾക്ക് ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിയമനങ്ങളോ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള പ്രവേശനങ്ങളോ അനുവദിക്കരുതെന്നുള്ള പലവട്ടം ആവശ്യമുയർന്നതാണ്. ഇത് പലപ്പോഴും ചൂണ്ടിക്കാട്ടിയതാണ്. കേരള ഗവർണർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നമ്മുടെ സർവകലാശാലകളിലെ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കണമെന്നുള്ളത്. അക്കാഡമിക് രംഗത്തെ വിദഗ്ധർക്ക് അല്ലെങ്കിൽ അക്കാഡമിക് രംഗത്ത് മികച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ മുൻഗണന ലഭിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ്. പക്ഷേ അത് തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ സർവകലാശാലകളിൽ കൂടുതൽ അധികാരം കൈയാളുന്നതിന് വേണ്ടി ഇടതുപക്ഷ സർക്കാരുമൊക്കെ ശ്രമിക്കുന്നത് എന്നുകൂടിയുള്ള വ്യക്തമാക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. നേരത്തെ PSC പരീക്ഷകൾക്ക് പോലും ഇടതു നേതാക്കൾക്ക് വേണ്ടി അധ്യാപകരുമൊക്കെ വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ച വാർത്തകളെല്ലാം പുറത്തു വന്നതാണ്. അപ്പോൾ അക്കൂട്ടത്തിലേക്കാണ് ഏറ്റവും പുതിയതായി ഒരു പരീക്ഷ, അതായത് അടിസ്ഥാന യോഗ്യതയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രത്യേകിച്ച് PhD പ്രവേശനത്തിന് വേണ്ട എംടെക്കിൻ്റെ മുഴുവൻ സെമസ്റ്ററുകളും പാസ്സാകാതെ ആ ബിരുദത്തിൻ്റെ 7 ഇലത്ത് പോലും എത്താത്തൊരു സാഹചര്യത്തിൽ അയാൾക്ക് PhDക്ക് പ്രവേശനം നൽകിയിരിക്കുന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് സാങ്കേതിക സർവകലാശാലയിൽ വന്നിരിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടിയ ആൾക്കെതിരെ പ്രതികാര നടപടി രാഷ്ട്രീയമായി തന്നെ സ്വീകരിക്കുന്നു CPM എന്നുള്ളത് കൂടി ഇതിൽ എടുത്തു പറയേണ്ടതുമാണ്.
ശരി പ്രജിത്ത്, എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടുള്ളതല്ല. കാരണം വളരെയധികം യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓണത്തിന് ശമ്പളവും ബോണസും നൽകാൻ പണമില്ലാതായതോടെ വീണ്ടും കടമെടുപ്പിനൊരുങ്ങി സംസ്ഥാന സർക്കാർ. 3000 കോടിക്കായുള്ള കടപ്പത്ര ലേലം ഓഗസ്റ്റ് 26-ന് മുംബൈയിൽ നടക്കും. ഓണക്കാല ചെലവുകൾക്കായി 20,000 കോടിയോളം രൂപയാണ് സർക്കാരിന് ആവശ്യം. ഈ മാസത്തെ 3ാമത്തെ കടമെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ് പ്രജിത്ത് മോഹനൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ കടമെടുപ്പ് സ്ഥിരമായിരിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് ഈ ഓണക്കാലമാണിത്. ശമ്പളവും ബോണസും നൽകാൻ പോലും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. അതിന് പോലും കടമെടുക്കേണ്ട സാഹചര്യമാണ്. 3000 കോടിക്കായുള്ള കടപ്പത്ര ലേലമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ദേവി, ഓണം കഴിയുന്നതോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനത്തിൻ്റെയും ഒക്കെ തിരക്കുകൾ കൂടും. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ചെലവുകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും ഒക്കെ സജീവമാകും. എന്തായാലും ഓണക്കാലം പരാതികളൊന്നുമില്ലാതെ കടന്നുകൂടുക എന്നുള്ള കാര്യം സർക്കാരിനും മുന്നണിക്കുമൊക്കെ നിർബന്ധമുള്ള കാര്യവുമാണ്. പക്ഷേ അതിന് കഴിയുന്ന ഒരു സാമ്പത്തികാവസ്ഥയിലല്ല സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. കാരണം ഈ ഓണക്കാല ചെലവുകൾ കടന്നു കിട്ടണമെങ്കിൽ മാത്രം ഏതാണ്ട് 20,000 കോടിയോളം രൂപയുടെ ആവശ്യം സർക്കാരിനുണ്ട്. പക്ഷേ നിലവിൽ സംസ്ഥാന ഖജനാവിൽ അതിനുള്ള യാതൊരു സാധ്യതകളും ഇല്ല എന്നുള്ളതാണ്. ഈ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ വിതരണം ചെയ്യാൻ അനുമതി നൽകിയതോടുകൂടി ഖജനാവ് ഏതാണ്ട് കാലിയായ സാഹചര്യവും. ഇതിനെ തുടർന്നാണ് വീണ്ടും ഈ ഓഗസ്റ്റ് മാസത്തെ 3ാമത്തെ കടമെടുപ്പിന് സർക്കാർ കളമൊരുക്കുന്നത്. ഈ 26-ാം തീയതി റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബർ സംവിധാനം വഴിയാണ് കടപ്പത്ര ലേലം എടുക്കുക. ഈ കടമെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 5 മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ കടമെടുത്തത് ആകെ 23,000 കോടിയായി മാറും. ഈ ഡിസംബർ വരെ സർക്കാരിന് കടമെടുക്കാൻ കഴിയുക 29,799 കോടിയാണ്. 23,000 കോടി രൂപ കടമെടുത്തതോടുകൂടി 6,799 കോടി കൊണ്ട് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ ചെലവുകൾ സർക്കാരിന് തുടർന്ന് പോകേണ്ടതുണ്ട്. ഇത് ഏതാണ്ട് അപ്രായോഗികമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നിയമസഭാ സമ്മേളനത്തിൻ്റെതായ ചെലവുകളുണ്ട്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ജീവനക്കാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഒക്കെയുള്ള വലിയ വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്ഷാമബദ്ധ വിതരണം നടക്കുന്നില്ല, ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ വലിയ വിലക്കയറ്റമുണ്ടായിട്ടും വിപണി ഇടപെടലിൽ ഫലപ്രദമായി സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ജനങ്ങളുടെയും സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ പരാതികൾ പരമാവധി പിടിച്ചു നിർത്തി ഒരു പ്രീണനത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ, അത്തരമൊരു നയം സ്വീകരിച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ സർക്കാരിനൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം അവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ ക്ഷേമ പെൻഷനുകൾ, അത് ഖജനാവിൽ പൈസയില്ലായിട്ട് കൂടി ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാനുള്ള ഇന്നു മുതൽ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത്. എന്തായാലും ഈ ഓണം കഴിയുന്നതോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. 7,500 കോടി കൂടി കടമെടുക്കാനുള്ള ഒരു അനുമതി കേന്ദ്രത്തോട് തേടിയിട്ടുണ്ട്. ഇതിന് കേന്ദ്രം കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ പോകും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥയുടെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള അതിൻ്റെ ഒരു ദുരിതമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ 19-ാം തീയതി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രഷറി നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതുവരെ 25 ലക്ഷം രൂപയുടെ ബില്ലുകൾക്ക് വരെ പ്രതിദിനമായി അല്ലെങ്കിൽ ഡെയിലി ചെലവുകൾക്ക് വേണ്ടിയിട്ട് ട്രഷറിയിൽ നിന്ന് അനുമതി നൽകാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിൻ്റെ പരിധി അത് 10 ലക്ഷമാക്കി കുറച്ചിട്ടുണ്ട്. ഇനി 10 ലക്ഷത്തിന് മുകളിലുള്ള ഏത് ബില്ലുകൾ മാറണമെങ്കിലും ധനവകുപ്പിൻ്റെ പ്രത്യേക അനുമതി ഇല്ലാതെ മാറാൻ കഴിയില്ല എന്നുള്ളൊരു സവിശേഷ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനം എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ 3000 കോടി കൂടി കടമെടുത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ സംസ്ഥാനത്തുണ്ടാകുന്ന ഈ നികുതി വരുമാനമടക്കം അല്ലെങ്കിൽ നികുതി കളക്ഷൻ അടക്കം ഉണ്ടാകുന്ന തുടർച്ചയായ വീഴ്ചകൾ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കേന്ദ്രത്തിൻ്റെ കനിവ് കാത്തിരിക്കുകയാണ് നിലവിൽ. ഈ സംസ്ഥാനത്തെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് നേരത്തെ സുപ്രീം കോടതി അടക്കം വലിയ വിമർശനമുയർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. കടമെടുക്കുന്നത് ഒരു പരിധിയുമില്ലാതെ പോയപ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ ഈ കടമെടുപ്പിൽ ഒരു നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അനുസരിച്ച് ഏതാണ്ട് 8,276 കോടി കൂടി അധികമായി ഈ ഡിസംബർ വരെ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇപ്പോൾ അതും പോരാ എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ 26-ാം തീയതിയിലത്തെ കടമെടുപ്പോടുകൂടി സംസ്ഥാനത്തിൻ്റെ മൊത്തം പൊതുകടം എന്ന് പറയുന്നത് 4,94,091 ലക്ഷം കോടിയായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നുള്ളത്. അങ്ങനെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് പതുക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ
ഓണക്കാലം കഴിയുന്നതോടുകൂടി സംസ്ഥാന സർക്കാർ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയയും ധനവകുപ്പിനില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം ധനവകുപ്പിലെ ഉന്നതർ തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ കൈമലർത്തുകയാണ്. കാരണം അധിക വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല, നിലവിലുള്ള നികുതി പിരിവ് കൃത്യമായി നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നികുതി പിരിവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ വീഴ്ചകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് GST അടക്കം പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന നികുതി വകുപ്പിനുണ്ടാകുന്ന വീഴ്ചകൾ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണ്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് കൂടുതൽ ബാറുകൾ അനുവദിക്കുമ്പോഴും അതിൽ നിന്നുള്ള വിൽപ്പന നികുതി വരുമാനത്തിൽ സംസ്ഥാനത്ത് ഇടിവുണ്ടാകുന്നു എന്നുള്ള അത് ക്രമക്കേടുകളുടെയൊക്കെ സാധ്യതയാണ് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ നിലവിലത്തുള്ള സാമ്പത്തികാവസ്ഥ അതീവ ദുരന്തര അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഈ ഓണക്കാലം എങ്ങനെ കടന്നു കിട്ടുമെന്ന് പോലും കൃത്യമായ ധാരണയില്ലാതെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. കാരണം സർക്കാരിന് ഇപ്പോഴും വിപണി ഇടപെടൽ ഫലപ്രദമായി നടത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നേരത്തെ വെളിച്ചെണ്ണയുടെയൊക്കെ വില കൂടിയിരുന്ന സമയത്ത് KFED വെളിച്ചെണ്ണയൊക്കെ ഇറക്കി അതിൽ വില കുറച്ച് വിൽക്കുന്നു എന്ന് തങ്ങൾ പ്രഖ്യാപനം നടത്തിയപ്പോഴേക്കും വിപണിയിലെ വെളിച്ചെണ്ണയുടെ വില കുറയുന്നു. ആ സമയത്ത് സർക്കാർ ഇറക്കിയ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു തരത്തിലും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ വിപണി ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം. ഇപ്പോഴും മാർക്കറ്റിൽ വലിയ വിലക്കയറ്റമുണ്ട്. നേരത്തെ ഈ ഇൻഫ്ലേഷൻ റേറ്റ്, പ്രത്യേകിച്ച് പണപ്പെരുപ്പ് നിരക്കിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കേരളം തുടർച്ചയായി 7ാം മാസവും എത്തി എന്നുള്ളത് നമ്മൾ പുറത്തുവിട്ടതാണ്. പ്രത്യേകിച്ച് 8.89% സംസ്ഥാനത്തെ ഈ പണപ്പെരുപ്പ് നിരക്ക് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും വിലക്കയറ്റത്തിന് കാരണമാകുന്നുമുണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ 2017 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് എത്തി നിൽക്കുമ്പോഴാണ് കേരളത്തിലെ പണപ്പെരുപ്പ് നിരക്ക് ഓരോ മാസം കഴിയുന്തോറും വലിയ രീതിയിൽ കുതിച്ചു വരുന്നത്. ഇനിയിപ്പോൾ സെപ്റ്റംബർ ആകുമ്പോഴേക്ക് ആ പണപ്പെരുപ്പ് നിരക്ക് 10ലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് അനിയന്ത്രിതമായ വിലക്കയറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നതാണ് സംസ്ഥാനത്തിൻ്റെ ഒരു പോക്ക് വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് എന്നുള്ളത്. ദേവിക. ശരി പ്രജിത്ത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ മലയര മഹാസഭ. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കാനുള്ള മലയരയരുടെ അവകാശം പുനഃസ്ഥാപിക്കുന്നതിനുള്ള തീരുമാനം ആഗോള അയ്യപ്പ സംഗമത്തിൽ കൈക്കൊള്ളണമെന്ന് സഭ ആവശ്യപ്പെട്ടു. ശബരിമല ആചാര സംരക്ഷണ പ്രക്ഷോഭ കാലത്തെ ഭക്തർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നും മലയര മഹാസഭ അറിയിച്ചിട്ടുണ്ട്. 1949 വരെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചിരുന്നത് മലയരയ സമുദായത്തിൽപ്പെട്ട ശബരിമല പുത്തൻ വീട്ടിൽ കുഞ്ഞനായിരുന്നു. ഈ അവകാശം മലയരയർക്ക് തന്നെ തിരികെ നൽകണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടും ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടില്ല. മലയരയ സമൂഹം ദീർഘനാളുകളായി ഉന്നയിക്കുന്ന ഈ ആവശ്യം അംഗീകരിക്കാൻ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സർക്കാർ തയ്യാറാകണം. അല്ലെങ്കിൽ സംഗമത്തിന് ആത്മാർത്ഥതയില്ലെന്ന് പറയേണ്ടി വരുമെന്ന് മലയരയ മഹാസഭ വ്യക്തമാക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം മലയരയർക്ക് നിഷേധിക്കപ്പെട്ട നീതിയുടെ വീണ്ടെടുപ്പാകണം. നമ്മുടെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. നമ്മളെ പ്രാഥമികമായ ചർച്ചകൾ അവിടെ നടക്കുമ്പോൾ ക്ഷണിച്ചിരുന്നു. നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള സഭയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ പങ്കെടുത്തിരുന്നു, സനൽ കവനാൽ. അദ്ദേഹം അവിടുത്തെ നമ്മുടെ ഈ വിഷയങ്ങൾ അവിടെ അദ്ദേഹം മന്ത്രി ഉൾപ്പെടെ ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അവിടെ ഉയർന്നു വരണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള സർക്കാർ നമ്മളെ ക്ഷണിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അത് എന്താണെന്ന് ഇനി വരാനിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയില്ല. ശബരിമല ആചാര ലംഘനത്തിന് കൂട്ടുനിന്നവരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് ശരിയല്ല. ആചാര സംരക്ഷണ പ്രക്ഷോഭകാലത്തെ ഭക്തർക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കണമെന്നും മലയരയ മഹാസഭ ആവശ്യപ്പെട്ടു. മണ്ഡലകാലത്തിന് മുമ്പായി തന്നെ ഈ കേസുകളെല്ലാം പിൻവലിച്ച് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ഈശ്വര, നമ്മുടെ എല്ലാവരുടെയും ദൈവത്തെ, ഈശ്വരനെ, ആ ഈശ്വര സന്നിധിയിലേക്ക് എല്ലാവർക്കും വരാനുള്ള അവകാശങ്ങളും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭക്തർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഒരു തടസ്സമല്ല. അവിടെ കേസുകളെല്ലാം പിൻവലിക്കണം. അത് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കേസുകളാണ്. അതൊക്കെ പിൻവലിക്കണം. കാരണം അയ്യപ്പൻ എല്ലാവരുടെയും അല്ലേ, എല്ലാവർക്കും വരാൻ പറ്റുന്ന, എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റിയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. ക്ഷേത്രവുമായി പുലബന്ധം പോലുമില്ലാത്തവർ ദേവസ്വം ബോർഡ് അംഗങ്ങളായി നിയമിക്കപ്പെടുമ്പോൾ അമ്പലം നിർമ്മിച്ച് ആചാരങ്ങൾ നിശ്ചയിച്ച സമുദായത്തിന് എന്തുകൊണ്ട് ബോർഡിൽ ഒരു പ്രതിനിധിയെ പോലും നൽകാതെ അയിത്തം കൽപ്പിക്കുന്നതെന്നും സഭ ചോദിച്ചു. ജനം, കോട്ടയം. ധർമ്മസ്ഥല വിവാദത്തിൽ വൻ വഴിത്തിരിവ്. മകളില്ലെന്ന് സമ്മതിച്ച് പരാതിക്കാരി സുജാത ഭട്ട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അനന്യ ഭട്ട് എന്ന മകളെ കാണാതായി എന്ന് താൻ കള്ളം പറഞ്ഞതാണെന്നാണ് സുജാത ഭട്ട് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. മലയാളിയായ ജയന്തി, ഗിരീഷ് മട്ടന എന്നിവരാണ് തന്നെ കള്ളം പറയിപ്പിച്ചതെന്നും സുജാത പറയുന്നുണ്ട്. സുജാത പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സുജാതയുടെ തുറന്നു പറച്ചിൽ. അരുൺ ആലത്തൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വലിയൊരു വിവാദമാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയുള്ള കേസാണ്,
അല്ലെങ്കിൽ സംഭവ വികാസങ്ങളാണ് എന്ന് ജനം TV ആണ് ആദ്യം ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മാത്രവുമല്ല, സുജാത ഭട്ടിന്റെ പഴയ അഭിമുഖങ്ങളെല്ലാം ജനം TV കൃത്യമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ സുജാത ഭട്ട് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള മലയാള മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഒക്കെ അതിനെ ആഘോഷിക്കുകയായിരുന്നു. ഒരു ക്ഷേത്രത്തിന്റെ മറവിൽ ആ ക്ഷേത്ര നഗരിയിൽ നൂറുകണക്കിന് സ്ത്രീകളെ കൊന്നു കുഴിച്ചു മൂടി അതൊരു പ്രേത നഗരമാണ് എന്നൊക്കെ തരത്തിൽ കൊണ്ടുപിടിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകളാണ് മലയാള മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ജനം TV സംഘം ധർമ്മസ്ഥലയിൽ ചെന്നു അതിന്റെ വാസ്തവം അന്വേഷിച്ചപ്പോൾ അതിൽ നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചുമൂടി എന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഈ മുഖംമൂടി അണിഞ്ഞ വ്യക്തി ഈ നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതിനപ്പുറം ആ മുഖംമൂടിക്കാരന് പിന്നാലെ തൻ്റെ മകളെ പ്രശസ്തമായ മഞ്ജുനാഥ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും കാണാതായി. ആ മകൾ സുഹൃത്തുക്കൾക്കൊപ്പം ദർശനത്തിന് എത്തിയതായിരുന്നു. അതിനുശേഷം പിന്നീട് മകളെ കാണാതാവുന്ന സ്ഥിതി ഉണ്ടായി. മകളെ കണ്ടുപിടിച്ചു തരണം, മകളുടെ ഒരു അസ്ഥി കഷ്ണമെങ്കിലും കിട്ടണം, തനിക്ക് ഹിന്ദു മതാചാര പ്രകാരം അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്തെത്തിയിരുന്നു. അതും കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അനന്യ ഭട്ട് എന്നാണ് അവരുടെ മകൾ, കാണാതായ മകളുടെ പേര് പറഞ്ഞിരുന്നത്. ഏതായാലും അതും നമ്മൾ ജനം TV സംഘം അവിടെ എത്തി നടത്തിയ അന്വേഷണത്തിൽ ഈ സുജാത ഭട്ട് എന്ന സ്ത്രീക്ക് ഒരു മകളെ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് സുജാത ഭട്ടിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 2013 അവർ അവരുടെ മകളെ ക്ഷേത്രമുറ്റത്ത് നിന്ന് കാണാതായി എന്ന് പറയുന്നത്. അതേ 2013 കാലഘട്ടത്തിൽ അവരൊരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അവർക്ക് മക്കളെ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഇവരുടെ മകൾ അനന്യ ഭട്ട് എന്ന പേരിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ചിത്രം അത് കൊടക് സ്വദേശിയായ ജയന്തിയുടേതാണ് എന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. മലയാളത്തിലെ മറ്റ് മാധ്യമങ്ങളൊന്നും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിലും നമ്മളത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും കേരളത്തിലെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നമ്മളുടെ വാർത്ത ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സുജാത ഭട്ടിന്റെ ഒരു അഭിമുഖം ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും യൂട്യൂബ് ചാനലിലും പിന്നെ സുവർണ ന്യൂസ്, കർണാടകയിൽ നിന്നുള്ള സുവർണ ന്യൂസ് എന്ന ചാനലിനും ഉൾപ്പെടെ ഇവർ നൽകിയ അഭിമുഖത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തനിക്ക് മകളില്ല എന്നുള്ളത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഈ സുജാത ഭട്ട് എന്ന സ്ത്രീ. അവർ പറയുന്നത് മലയാളിയായ ജയന്തി അതുപോലെ തന്നെ ഗിരീഷ് മട്ടണ്ണ എന്നിവരാണ് തന്നോട് ഈ കള്ളം പറയാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. കള്ളം പറയാൻ പ്രേരിപ്പിച്ചതിലേക്ക് വഴിവെച്ച കാര്യം എന്തെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തൻ്റെ ഈ കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട കുടുംബസ്വത്ത് ഈ ക്ഷേത്രത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു വൈരാഗ്യമുണ്ടായിരുന്നു. കാരണം ജൈനന്മാരുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രത്തിന് ഈ കുടുംബക്കാർ ആ സ്വത്ത് നൽകി എന്നുള്ളതിൽ തനിക്കൊരു വൈരാഗ്യമുണ്ടായിരുന്നു. അത് ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇവർ തന്നെ സമീപിച്ചത്. ആ സമയത്ത് താൻ അതിനുവേണ്ടി തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ആ വൈരാഗ്യത്തിന് പുറത്ത് തനിക്ക് മകളുണ്ട്, മകളെ കാണാതായി എന്നൊക്കെ കള്ളത്തരം ഇവർ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ പറയുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ആരാണ് ഈ ജയന്തി ഗിരീഷ് മട്ടണ്ണ എന്ന് ചോദിച്ചാൽ അവർ അവിടുത്തെ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ സൗജന്യം അതുപോലെ തന്നെ ഈ നിരവധി യുവതികളെ കാണാതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള ആ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ആക്ഷൻ കമ്മിറ്റിയിലുള്ളത്. ആ ലോറി ഡ്രൈവറായ മനാഫ് ഉൾപ്പെടെയുള്ളവരാണ് ആക്ഷൻ കമ്മിറ്റിയിലുള്ളത്. ആ ആക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട 2 പേരാണ് ഈ ജയന്തി ഗിരീഷ് മട്ടണ്ണ എന്നീ 2 ആളുകൾ. ആ 2 പേരാണ് ഇങ്ങനെ കള്ളം പറയാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ തുറന്നു പറയുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ധർമ്മസ്ഥല വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മഹേഷ് ഷെട്ടി തിമറോടി എന്ന ആളെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. BJP നേതാവായ BL സന്തോഷ് നൽകിയ കേസിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് നേരെയുണ്ടായ അപകീർത്തികരമായ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ മഹേഷ് ഷെട്ടി തിമറോഡിയെ അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മഹേഷ് ഷെട്ടി തിമറോഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഈ ആക്ഷൻ കമ്മിറ്റി, ആ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു തിരക്കഥയായിരുന്നു ഇതെല്ലാം എന്നുള്ളത് അനുദിനം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ BJP ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. അതിൽ കൃത്യമായ അന്വേഷണം
അന്വേഷണം വേണം. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മുഖംമൂടി അണിഞ്ഞ ആളെത്തി നൂറുകണക്കിന് ആളുകളെ സ്ത്രീകളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ആ മുഖംമൂടി അണിഞ്ഞ വ്യക്തിയും കൊണ്ട് SIT പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അവർ പലയിടത്ത് കുഴിച്ചു നോക്കിയ 17 സ്ഥലങ്ങളിലോളം കുഴിച്ചു നോക്കി യാതൊന്നും ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നു. പിന്നീട് ആ മുഖംമൂടിക്കാരൻ തന്നെ SITയോട് മാറ്റി പറയുന്നു, ചില ആളുകൾ തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇങ്ങനെ കുഴിച്ചിട്ടു എന്നുള്ളത് എന്ന് ആ മുഖംമൂടിക്കാരൻ തന്നെ വെളിപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ പരാതിക്കാരിയായിട്ടുള്ള സുജാത ഭട്ടും പറയുന്നു തന്നെ കൊണ്ട് തനിക്ക് മകളുണ്ട് എന്ന് കള്ളം പറയിപ്പിച്ചതാണെന്ന്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇത് കൃത്യമായ ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നു. ആ പ്രശസ്തമായ മഞ്ജുനാഥ ക്ഷേത്രത്തെയും അതുപോലെ തന്നെ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയും വിശദമായ അന്വേഷണം വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ്. അവിടെ DK ശിവകുമാർ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയമുണ്ട്, ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ മറുവശത്ത് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഇടത് ജിഹാദി സംഘങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ SITയുടെ ഇനി അന്വേഷണമൊക്കെ ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും കർണാടകയിൽ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇനിയും മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ തന്നെ ഈ മുഖംമൂടി അണിഞ്ഞ വ്യക്തിയുടെ വെളിപ്പെടുത്തൽ താൻ പറഞ്ഞതൊക്കെ കള്ളമാണ്, തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് വെളിപ്പെടുത്തലും ഒപ്പം തന്നെ ഈ സുജാത ഭട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ജനം TV മാത്രം ഇത്തരം കാര്യങ്ങൾ ഈ സുജാത ഭട്ട് പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നിരുന്നു. ഇതിൽ കൂടുതൽ അന്വേഷണം വേണം, ഈ പരാതിക്കാരെല്ലാം ഒരു ഫാബ്രിക്കേറ്റഡ് ആണ്, ഇതിൽ കൃത്യമായ തിരക്കഥയുണ്ട്, അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായിട്ട് നിരവധി വിശ്വാസികൾ രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇനി ഏതായാലും ഈ സുജാത ഭട്ടിൻ്റെ വെളിപ്പെടുത്തൽ കൂടെ വന്നതോടുകൂടെ തന്നെ, അല്ലെങ്കിൽ സുജാത ഭട്ട് ഇപ്പോൾ കൃത്യമായിട്ട് തനിക്കിത് പറഞ്ഞു തന്നതാണ്, ഇങ്ങനെ പറയണമെന്ന്, തനിക്ക് ഇല്ലാത്ത മകളെ ഉണ്ടെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞതാണെന്ന് വ്യക്തമാവുന്ന സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇനി കടക്കും കർണാടകയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി. സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഹിന്ദു വിരുദ്ധതയുടെ സംഗമ ഭൂമിയാകുന്നു. പരിപാടിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് മുഖ്യാതിഥി. ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നതിലും ഹിന്ദു വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സ്റ്റാലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയും വിവാദമായ സാഹചര്യമുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, എങ്ങനെയാണ് ഇത്തരത്തിൽ സനാതനധർമ്മത്തിനെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ സനാതനധർമ്മത്തെ ഇവിടെ നിന്ന് ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന MK സ്റ്റാലിനെ പോലെയുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഭക്തരുടെ ഒരു സംഗമ വേദിയിലേക്ക് മുഖ്യാതിഥിയായി കൊണ്ടുവരുന്നത്? ദേവിക, സെപ്റ്റംബർ 20-നാണ് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പമ്പാ തീരത്ത് ഈ രീതിയിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത്. ഇതിൽ വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് തന്നെ നേരിട്ട് വരുന്നിരുന്നു. കാരണം ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ സംസ്ഥാന സർക്കാർ തന്നെ അയ്യപ്പ ഭക്തരുടെ സംഗമം വിളിച്ചു ചേർക്കുന്നത്, അവരെക്കെതിരെ വ്യാജ കേസുകൾ എടുത്ത, അവരെ തുടർച്ചയായി ഉപദ്രവിച്ച, അത് അവിടുത്തെ യുവതീ പ്രവേശന നീക്കത്തിനെ തടഞ്ഞ ആളുകളെയൊക്കെ വലിയ രീതിയിൽ കേസുകളൊക്കെ എടുത്ത അതേ സംസ്ഥാന സർക്കാർ തന്നെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് വിരോധാഭാസമാണെന്നാണ് ഹിന്ദു സംഘടനകളടക്കം വലിയ രീതിയിൽ വിമർശനമുയർത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേ സർക്കാർ തന്നെ ഹിന്ദു വിരുദ്ധതയുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിനിധിയായിട്ടുള്ള MK സ്റ്റാലിനെ തന്നെ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ തന്നെ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നത്. DMKയുടെ എല്ലാ കാലത്തെയും നിലപാടുകൾ അത് ഹിന്ദു വിരുദ്ധമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. സനാതനധർമ്മത്തിനെതിരെ തുടർച്ചയായി നിലപാടുകൾ സ്വീകരിക്കുകയും ശ്രീരാമ വിശ്വാസത്തെ അടക്കം വലിയ രീതിയിൽ അവഹേളിക്കുകയും ചെയ്ത നിരവധി നേതാക്കൾ DMKയ്ക്കുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അത്തരം കാര്യങ്ങളിൽ ഒരു അപവാദമല്ല. അദ്ദേഹവും സനാതനധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള നിരവധി നിലപാടുകൾ സ്വീകരിച്ചയാളാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ, തമിഴ്നാട് മന്ത്രിസഭയിൽ അംഗവുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്നും സനാതനധർമ്മം വളരെ മോശമാണെന്നുള്ള രീതിയിലൊക്കെയുള്ള വലിയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. ആ ഉദയനിധി സ്റ്റാലിനെതിരെ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ കേസുകളുമുണ്ട്. സുപ്രീം കോടതിയിൽ വരെ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ
ഈ ഹിന്ദു വിരുദ്ധതയുടെ ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളായ ഒരു പാർട്ടി, ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള MK സ്റ്റാലിനെ അയ്യപ്പ ഭക്ത സംഗമത്തിലെ മുഖ്യാതിഥിയെ ക്ഷണിച്ചതോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഹിന്ദു വിരുദ്ധതയാണ് പ്രകടമായി രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഹിന്ദു സംഘടനകൾ ആവർത്തിച്ചു പറയുന്നത്. ഇതിനെതിരെ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങണം എന്നുള്ള അഭിപ്രായം പോലും പല ഹിന്ദു സംഘടനകൾക്കിടയിൽ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം തുടർച്ചയായി അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കം ഒരു വശത്ത് നടത്തുകയും അതേസമയം തന്നെ അതിൽ ഇത്തരം അജണ്ടകൾ, പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധമായ അജണ്ടകൾ പരസ്യമായി പറയുന്ന ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് വീണ്ടും ഒരു ഹിന്ദു വിരുദ്ധതയുടെ ഒരു പ്രകടന കേന്ദ്രമായി അതിന് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടാകുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് സർക്കാരിൻ്റെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് പ്രഖ്യാപിച്ച ചില ആളുകളെ. സഹോദരയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, ഇതൊരു പാർട്ടി പരിപാടിയൊന്നുമല്ലല്ലോ. ഇത് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ പങ്കെടുക്കുന്നത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ക്രിക്കറ്റ് ആവേശത്തിൽ KCL ആലപ്പി റിപ്പിൾസിനെതിരെ 7 വിക്കറ്റിന്റെ അനായാസ വിജയവുമായി തൃശൂർ ടൈറ്റൻസ്. ഓപ്പണർമാരായ ആനന്ദ് കൃഷ്ണനും അഹമ്മദ് ഇമ്രാനും ചേർന്ന് നടത്തിയ തകർപ്പൻ പ്രകടനമാണ് തൃശൂരിന് അനായാസ ജയമൊരുക്കിയത്. 4 വിക്കറ്റുമായി തിളങ്ങിയ ടൈറ്റൻസിന്റെ സിബിൻ ഗിരീഷാണ് കളിയിലെ താരം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ആലപ്പി റിപ്പിൾസ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 151 റൺസ് എടുത്തത്. നായകൻ മുഹമ്മദ് അസറുദ്ദീൻ്റെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് ആലപ്പിയെ വലിയ നാണക്കേടിൽ നിന്നും ഒഴിവാക്കിയത്. 38 പന്തുകളിൽ 3 ഫോറും 3 സിക്സറുകളുമടക്കം 56 റൺസാണ് അസറുദ്ദീൻ നേടിയത്. ടൈറ്റൻസിനു വേണ്ടി സിബിൻ ഗിരീഷ് 4ഉം ആനന്ദ് ജോസഫ് 2ഉം വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തൃശൂരിന് വേണ്ടി ഓപ്പണർമാരായ ആനന്ദ് കൃഷ്ണനും അഹമ്മദ് ഇമ്രാനും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത്. ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 121 റൺസ് കൂട്ടിച്ചേർത്തു. 21 പന്തുകൾ ബാക്കി നിൽക്കെ അക്ഷയ് മനോഹറും AK അർജുനും ചേർന്നാണ് തൃശൂരിനെ വിജയത്തിലെത്തിച്ചത്. റിപ്പിൾസിന് വേണ്ടി വിഘ്നേഷ് പുത്തൂർ 2ഉം ശ്രീഹരി എസ് നായർ 1 വിക്കറ്റും വീഴ്ത്തി. സ്പോർട്സ് ഡെസ്ക് ജനം. ഈ വിജയം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ വലിയ ഊർജ്ജം നൽകുമെന്ന് തൃശൂർ ടൈറ്റൻസ് പരിശീലകൻ സുനിൽ ലിയാസസ്. കഴിഞ്ഞ വർഷം ആലപ്പിക്കെതിരെ നേരിട്ട തോൽവിക്കുള്ള മധുര പ്രതികാരമാണ് ഇതെന്നും സുനിൽ ജനം TVയോട് പറഞ്ഞു. KCL തൃശ്ശൂർ ടൈറ്റൻസ് ഒരു വെടിക്കെട്ട് തുടക്കം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഇപ്പോൾ കോച്ച് സുനിൽ ചേരുന്നുണ്ട്. സുനിലിൻ്റെ തൃശ്ശൂർ ടൈറ്റൻസിനെ സംബന്ധിച്ച് ഈ സീസൺ ഒരു ഗംഭീര തുടക്കം തന്നെയാണല്ലേ? എക്സലൻറ്റ് സ്റ്റാർട്ടാണ്. കാരണം ലാസ്റ്റ് ഇയർ സെയിം ടീമിനോടാണ് നമ്മൾ കളിച്ചത്. ലാസ്റ്റ് ഇയർ അവർ അസറിൻ്റെ ഒരു പ്രകടനത്തിൽ എക്സലൻറ്റ് സ്റ്റാർട്ട് അവർക്ക് കിട്ടി. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ബോയ്സ് നന്നായി ബോൾ ചെയ്തു. സിബിൻ ഗിരീഷ് 4 വിക്കറ്റ്, പിന്നെ അതുകൂടാതെ ഓപ്പണിംഗ് സ്റ്റാൻഡ് 100 റൺസ്. ഒരു ടീമിന് എന്താണോ T20 ടൂർണമെൻറ്റിൽ സ്റ്റാർട്ട് വേണ്ടത് അത് ശരിക്കും ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 2-3 ഓവർ മുതൽ അങ്ങോട്ട് കൃത്യമായിട്ട് 10 റൺ റേറ്റ് കീപ്പ് ചെയ്ത് പോയി. അതുകൊണ്ട് അനായാസമായൊരു ജയം. പോസിറ്റീവായിട്ട് കളിച്ചു അവർ. എനിക്ക് തോന്നുന്നു വിക്കറ്റ് നമ്മൾ ഫസ്റ്റ് ബോൾ ചെയ്തതിന് ശേഷം വിക്കറ്റിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതിനുശേഷം അവർ എടുത്ത റിസ്ക്കും എടുത്ത ഷോട്ടുകളും പെർഫെക്റ്റ് ഷോട്ടുകളാണ് എടുത്തത്. അതുകൊണ്ടാണ് അവരത് പവർ പ്ലേ കഴിഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തില്ല. അത് 15-14 ഓവർ വരെ അവർ ആ പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോയി. അതുതന്നെയാണ് അതിൻ്റെ ബ്യൂട്ടി. ഇന്നത്തെ ആലപ്പുഴയുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ഇനീഷ്യലി they didn't bat well, but our recovery was better. Asar played really well, and down the order ശ്രീരൂപം 30 അടിച്ചു. 150 ആക്ച്വലി വാസ് ലിറ്റിൽ ബിറ്റ്. നമ്മൾ പവർ പ്ലേയിൽ ഈ സ്റ്റാർട്ട് ഇല്ലെങ്കിൽ മേ ബി നമ്മൾ പവർ പ്ലേയിൽ ഒരു 30-for-2 അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ മേ ബി വിഡ് ഹാവ് സ്ട്രഗിൾഡ് ആൻഡ് വിഡ് ഹാവ് ഫിനിഷ്ഡ് ഇൻ 20th ഓവർ അങ്ങനത്തെ സിറ്റുവേഷൻ വരികയായിരുന്നു. പക്ഷേ നമ്മുടെ എക്സലൻറ്റ് ഓപ്പണിംഗ് സ്റ്റാൻഡ് ഹെൽപ്ഡ് us to win the game. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര തുടക്കം കിട്ടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തൃശ്ശൂർ ടൈറ്റൻസ് ടീമുള്ളത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽകുമാർ, ജനം. കേരള ക്രിക്കറ്റ് ലീഗിൽ തകർപ്പൻ ജയത്തോടെ സീസൺ തുടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് തൃശൂർ ടൈറ്റൻസ്. ആലപ്പി റിപ്പിൾസിനെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് താരങ്ങളും. ആദ്യ മത്സരത്തിലെ വിജയശില്പികളായ ഇമ്രാനും അനന്തകൃഷ്ണനുമൊപ്പം നിഖിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ടാഗ് ലൈൻ വെടിക്കെട്ട് ടീമ എന്നുള്ളതാണ്. ആ വെടിക്കെട്ട് ടീമിൻ്റെ ഒരു വെടിക്കെട്ട് തുടക്കത്തിനാണ് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ആ വെടിക്കെട്ട് നടത്തിയ 2 പേർ നമ്മോടൊപ്പം ഉണ്ട്. ടീമിൻ്റെ ഓപ്പണേഴ്സ് ആയിട്ടുള്ള ഇമ്രാനും ഒപ്പം ആനന്ദും ഉണ്ട്. ഇമ്രാൻ,
ഒരു വെടിക്കെട്ട് തുടക്കം തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? നല്ല മാച്ചായിരുന്നു. തുടക്കം മുതലേ നമ്മളുടെ ടീം ബോളിംഗ് നല്ലോണം ചെയ്തായിരുന്നു. അവർ നല്ല 150 നമുക്ക് പിടിച്ചു തന്നായിരുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ 2020 ഇത് വലിയൊരു സ്കോറല്ല 150 എന്ന് പറയുന്നത്. അപ്പം നോർമലായിട്ട് പോയപ്പം നമുക്ക് നമ്മൾ രണ്ടുപേരും നല്ലോണം ബാറ്റ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മളിൽ തന്നെ. പിന്നെ ദൈവം സഹായിച്ചത് നടപ്പിലാക്കാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രകടനം? അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല വിക്കറ്റായിരുന്നു. അപ്പോൾ ബോളേഴ്സ് നല്ല രീതിയിൽ നമുക്ക് പിടിച്ചു വന്നു, നല്ല റെസ്ട്രിക്ട് ചെയ്തു അവരെ. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ നേരത്ത് സോ കുറച്ച് ഈസി ആയിരുന്നു. എനിക്കൊന്നൊരു രണ്ടാമത്തെ മൂന്നാമത്തെ ഓവർ മുതൽ മത്സരം കഴിയുന്നിടം വരെ നിങ്ങൾ കൃത്യമായി ഒരു 10-നടുത്ത് റൺ റേറ്റ് കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചു. അത് പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷവും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അതെ അതെ. പക്ഷേ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് വിക്കറ്റ് കുറച്ച് നല്ലതായിരുന്നു. സോ കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ ബോൾ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് അടിച്ചുകൊണ്ടിരുന്നു. അല്ലാതെ കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല. ഇമ്രാനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന മുഴുവൻ താരങ്ങളും വിട്ടതിന് ശേഷം ഒരു 10ഓളം പേരെ വീണ്ടും അതേ ടീമിലുള്ള ആളുകളെ തിരിച്ചെടുത്തു. അപ്പോൾ പഴയ താരങ്ങൾ ഒപ്പം പുതിയ കുറച്ച് പരിചയസമ്പത്ത് സിജോമോനെ പോലുള്ള ആളുകളൊക്കെ ടീമിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് സിജോയുടെ ക്യാപ്റ്റൻസി അത് ഭയങ്കര എല്ലായിടത്തും സിജോ എല്ലാവരും പറഞ്ഞ പോലെ എല്ലായിടത്തും പ്രൂവ് ചെയ്തൊരു ക്യാപ്റ്റനാണ് സിജോ. അപ്പോഴത്തേക്ക് പുള്ളി നല്ല സപ്പോർട്ട് ചെയ്യാം. പിന്നെ ടീമിനെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. കാരണം ടീം ഭയങ്കര ജെല്ലാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിശ്വാസമുണ്ട്. ആ വിശ്വാസമായിരിക്കും ചിലപ്പം ചാമ്പ്യൻഷിപ്പിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് IPL കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള വിഘ്നേഷിനെതിരെ ബാറ്റ് ചെയ്യുമ്പോൾ എന്ത് തോന്നി? ഇല്ല, പണ്ട് മുതലേ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എറിയണ ആളെ നോക്കേണ്ട ആവശ്യമില്ല, അയാൾ എറിയണ ബോൾ എന്താണോ അതിനനുസരിച്ച് കളിക്കാൻ ഉള്ളൊരിതാണ്. അപ്പോൾ അതേ ഞാൻ ആലോചിച്ചുള്ളൂ. വിഘ്നേഷ് ആണോ ജലജാണോ ആരെന്നൊന്നും നോക്കിയിട്ടില്ല. അവരെറിഞ്ഞ ബോളിനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇന്നെന്തായാലും നിങ്ങളിൽ ടീം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അർപ്പിച്ച വിശ്വാസം നിങ്ങൾ കൃത്യമായി കാത്തു. ഇനി വരും മത്സരങ്ങളിൽ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഇതിപ്പോൾ ഫസ്റ്റ് മാച്ച് ആയുള്ളൂ. ഞങ്ങൾ ഈ മാച്ച് കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് പുതിയ സ്റ്റാർട്ടാണ്. അപ്പോൾ ഓരോ മാച്ച് അറ്റ് എ ടൈം എടുക്കാനുള്ള പ്ലാനാണ്. എല്ലാവർക്കും പ്ലാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ദൈവം സഹായിച്ചെല്ലാം ശരിയാവട്ടെ, കപ്പടിക്കാൻ പറ്റും. താങ്ക് യു. അപ്പോൾ എന്തായാലും ആദ്യ മത്സരം വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തൃശ്ശൂർ ടൈറ്റൻസ് ഉള്ളത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽകുമാർ, ജനം. KCLൽ ഏരിയസ് കൊല്ലം സെയിലേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 4 വിക്കറ്റ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം സെയിലേഴ്സ് ഉയർത്തിയ 165 റൺസ് വിജയലക്ഷ്യം. ഒരു ഓവർ ബാക്കി നിൽക്കെ ട്രിവാൻഡ്രം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം സെയിലേഴ്സ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് 164 റൺസ് എടുത്തത്. അർദ്ധ സെഞ്ചുറിയുമായി റോയൽസിന് വിജയമൊരുക്കിയ റിയ ബഷീറാണ് കളിയിലെ താരം. വിജയപാതയിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷം ജനം ടിവിയോട് പങ്കുവയ്ക്കുകയാണ് ടീമിന്റെ ഉടമകളിൽ ഒരാളായ കീർത്തി സുരേഷ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നുള്ള റിപ്പോർട്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് ഒരു ഗംഭീരമായ തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. ടീമിൻ്റെ ഉടമകളിൽ ഒരാളായ കീർത്തി സുരേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കീർത്തി, ഒരു ഗംഭീരമായ തിരിച്ചുവരവ്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പരാജയത്തിന് തീർച്ചയായും ഗംഭീരമായ തിരിച്ചുവരവിലൂടെ മറുപടി. ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഈ കംബാക്ക് നമ്മൾ കളിച്ചത് കഴിഞ്ഞ തവണത്തെ വിന്നേഴ്സായിട്ടാണ് കൊല്ലം. സോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം. സോ നല്ലൊരു കംബാക്ക് തന്നെയായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ പ്രകടനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് നിരവധി പ്രകടനങ്ങളുണ്ടായിരുന്നു, ബാറ്റിങ്ങിലും ആയാലും ബോളിങ്ങിലായാലും. അതെങ്ങനെയുണ്ടായിരുന്നു? റിയ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. നന്നായിട്ട് കളിച്ചു. ആൻഡ് എല്ലാവരും അവരുടെ പാട്ട് വളരെ വളരെ നന്നായിട്ട് ചെയ്തു. ആൻഡ് ഇന്നത്തെ സ്ട്രാറ്റജീസ് നന്നായിരുന്നു. ആൻഡ് വളരെ പേഷ്യൻ്റ് ആയിരുന്നു. നന്നായിട്ട് കളിച്ചു. ഇനി വരാനുള്ള മത്സരങ്ങൾ, അതിലെ പ്രതീക്ഷകൾ? ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും നന്നാവണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആൻഡ് ഫൈനൽസിൽ കയറണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം ഗാലറിയിൽ കുറേ അധികം ആരാധകരിരുന്ന് ട്രിവാൻഡ്രം റോയൽസിന് ഇത് ജയ് വിളിക്കുന്നുണ്ടായിരുന്നു, കണ്ടിരുന്നോ? കണ്ടിരുന്നു. അപ്പുറത്തെ കൊല്ലവും കണ്ടിരുന്നു. എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ വിജയാശംസകൾ നേരുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ട്രിവാൻഡ്രം റോയൽസ് ടീമുള്ളത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽകുമാർ, ജനം. ട്രിവാൻഡ്രം റോയൽസിന്റെ വിജയത്തിൽ നിർണായകമായത് റിയ ബഷീറിന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനമായിരുന്നു. മത്സരശേഷമുള്ള റിയ ബഷീറിന്റെ പ്രതികരണത്തിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിലേറ്റ ആ തോൽവി, അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഒരു ഗംഭീര തിരിച്ചുവരവ്, ഗംഭീര ജയം നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ആ മത്സരത്തിൽ നിർണായകമായ പ്രകടനം, ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം കാഴ്ചവെച്ച റിയ ബഷീർ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രകടനം? അല്ല, ഭയങ്കര സന്തോഷം. ടീമിന് വേണ്ടിയിട്ട് നന്നായി ചെയ്യാൻ പറ്റിയാൽ ബോളിങ് നല്ല ഇതായിരുന്നു. ഫീൽഡിങ് നമ്മൾ
നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ നല്ലൊരു അവരെ 160 ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് നല്ല ഇത് ചെയ്യാൻ പറ്റി. ബാറ്റിങ്ങിലായാലും ഞാനും ബാസിക്ക, ഗോവിന്ദ് അവരൊക്കെ നല്ല തുടക്കമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം. തുടക്കത്തിൽ സുബിൻ്റെ വിക്കറ്റ് പോയതിന് ശേഷം കൃഷ്ണപ്രസാദോട്ട് ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് നിർണായകമായത്. അതൊരു മൊമെൻ്റ് ആയിരുന്നു നമുക്ക്. നമ്മൾ ഒരു നല്ല ബാറ്റ്സ്മാൻ ഔട്ടായി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നുള്ള ഒരു 40 റൺ നല്ല പാർട്ട്ണർഷിപ്പിന് അതായിരുന്നു നമ്മളുടെ ഒരു മൊമെൻറ്റം കളിയിലോട്ട് വരാനുള്ള. ഇടയ്ക്ക് കൊല്ലത്തിൻ്റെ ഭാഗത്ത് നിന്ന് 1-2 നല്ല ഗംഭീര ഫീൽഡിങ്ങുകളും ക്യാച്ചുകളും ഉണ്ടായിരുന്നു. അതെങ്ങനെ നോക്കി കാണുന്നു? ഇല്ല, അത് കളിയാണ്, അവർക്കും വാശിയുണ്ടാവല്ലോ. അപ്പോൾ ജയിച്ചതിൽ ഭയങ്കര സന്തോഷം, വേറെ ഒന്നുമില്ല. അവസാന നിമിഷത്തിലേക്ക് വന്നപ്പോൾ മത്സരം ഒന്ന് കൈവിട്ട് പോകുമോ എന്നൊരു പേടിച്ചു. അവസാനം ബാസിത് അടിച്ച് ജയിപ്പിക്കുന്നൊരു ഘട്ടം. അത്രത്തോളം മത്സരം ടൈറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ തികോട്ടിലിരുന്ന്? ഇല്ല, ബാസിക്കുള്ള കാരണം നമുക്ക് ടെൻഷനില്ല. പുള്ളി ജയിപ്പിക്കാറുള്ളതാണ്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് പുള്ളിയെ ബാറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും. ഇനിയുള്ള മത്സരത്തിലെല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആദ്യ മത്സരം പരാജയപ്പെട്ടെങ്കിലും തുടർന്നുണ്ടായ രണ്ടാം മത്സരത്തിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് അദാനി ട്രിവാൻഡ്രം റോയൽസ്. നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മത്സരത്തിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ച റിയ ബഷീർ. കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ നിന്നും എം നിഖിൽകുമാർ, ജനം. ഇനി വ്യത്യസ്തമായൊരു റേഷൻ കടയിലേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. കൊല്ലം പന്മന വെറ്റമുക്കിലെ വ്യത്യസ്തമാർന്നൊരു റേഷൻ കടയുടെ വിശേഷങ്ങളാണ്. ഇവിടെ എത്തുന്നവർക്ക് റേഷൻ സാധനങ്ങൾക്ക് പുറമെ പുസ്തകങ്ങൾ കൂടി ലഭിക്കും. റേഷൻ വ്യാപാരിയായ ആനന്ദ്കുമാറാണ് ഈ വായനാശാലയ്ക്ക് പിന്നെ. ഗ്രാമങ്ങളിൽ വായനാശീലം വളർത്തുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പുതുമ കൊണ്ടും സേവനം കൊണ്ടും വ്യത്യസ്തമായൊരു റേഷൻ കടയാണിത്. ഇ പോസ് മെഷീനൊപ്പം മേശയിൽ ചെറുതും വലുതുമായ നിരവധി പുസ്തകങ്ങൾ. കാർഡുടമകളെത്തുമ്പോൾ അവർക്ക് നൽകാൻ വേണ്ടിയുള്ളതാണിവ. പുസ്തകം നൽകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. പ്രവൃത്തി സമയം കഴിഞ്ഞാൽ കടയ്ക്ക് മുന്നിലുള്ള പുസ്തകക്കൂടിൽ നിന്നും ഏതു സമയവും പുസ്തകമെടുക്കാം. സാധാരണക്കാരിൽ വായനാശീലം വളർത്താനുള്ള എളുപ്പവഴി കൂടിയാണ് റേഷൻ കട വ്യാപാരിയായ ആനന്ദ്കുമാർ തിരഞ്ഞെടുത്ത ഈ ആശയം. കാലത്തിനൊപ്പം മാറ്റം എല്ലാ മേഖലയിലും കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റേഷൻ കടയിലൂടെ പുസ്തകം വിതരണം ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് നമ്മുടെ പുസ്തകങ്ങൾ എത്തിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം റേഷൻ കടയാണ്. ഞങ്ങൾക്ക് ഏതാണ്ട് 3000-ൽ പേരുള്ള പുസ്തകങ്ങളുടെ ഗ്രന്ഥശാലയിലുണ്ട്. ഒരു 100-120 പുസ്തകങ്ങൾ വീതമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അത് റിട്ടേൺ ആയതിനു ശേഷം അടുത്ത പുസ്തകങ്ങൾ ഗ്രന്ഥശാലയിൽ നിന്ന് കൊണ്ടുവരും. തീർച്ചയായും അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അത് ആവശ്യപ്പെടുന്നത് നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ ഗ്രന്ഥശാലയുടെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വരും. അതും ഇല്ലെങ്കിൽ മറ്റ് ലൈബ്രറികളിൽ നിന്ന് ആശ്രയിച്ച് ആ പുസ്തകം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കിട്ടാത്ത പല പുസ്തകങ്ങളും പലരെ കൊണ്ട് വായിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രായഭേദമന്യേ ദിവസവും നിരവധി പേർക്കാണ് റേഷൻ കടയിലൂടെ പുസ്തകങ്ങൾ ലഭിക്കുക. മുതിർന്നവരും കുട്ടികളും എല്ലാ തരത്തിലും. എന്നാലും ഈ സ്ഥിരം വായിക്കുന്ന കുറേ കക്ഷികളുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ റഹീംക്കായ പോലുള്ള ആൾക്കാരാണ് എന്നെ ഏറ്റവും ഏതാണ്ട് 57-58 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വാർദ്ധക്യത്തിൻ്റെ ഈ അസുഖബാധിതനാണ്. എങ്കിലും ഈ സമയത്ത് പുസ്തകങ്ങൾ വായിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ചരിത്ര പുസ്തകങ്ങൾ ഇഷ്ടമുള്ള സ്ഥിരം വായനക്കാരിൽ ഒരാളാണ് വെറ്റമുക്ക് സ്വദേശിയായ റഹീമിക്കയും. എല്ലാ പുസ്തകങ്ങളും മിക്കവാറും ഏതാണ്ട് ഒരു 60ഓളം അനന്തകുമാർ പറഞ്ഞതുപോലെ 60ഓളം പുസ്തകങ്ങൾ വായിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പുസ്തകം സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയം പോലെ അത് കൊണ്ടുതരും. വായന പണ്ട് പോലെ ഉണ്ട്. എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരു ശീലക്കാരൻ. ഏത് പുസ്തകമായാലും ചരിത്ര പുസ്തകങ്ങളാണ് ഏറ്റവും പഴയ ചരിത്ര പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. നല്ലതാണ്. അന്നവും വായനയും ഒരേപോലെ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്ത് നിന്ന് നമ്മൾ സഹകരിച്ചത് ചെയ്യുന്നു. പൊതുപ്രവർത്തകൻ കൂടിയായ ആനന്ദ്കുമാറിന് പിന്തുണയുമായി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലും വിദ്യാധിരാജ വായനശാലയും നാട്ടുകാരുമുണ്ട്. ഈ ഒരു ഗ്രന്ഥശാലയിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾ ആ ഗ്രന്ഥശാലയിൽ ഇരിക്കാതെ അത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ ഒരു ആശയമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുന്നത്.
കാരണം തീർച്ചയായിട്ടും അതിന് അദ്ദേഹം ഒരു എഫോർട്ട് എടുക്കുന്നുണ്ട്. എഫോർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് റേഷൻ സാധനങ്ങൾ കൊടുക്കുകയും വേണം, അതിനോടൊപ്പം തന്നെ പുസ്തകങ്ങളുടെ ഒരു സർക്കുലേഷനൂടെ നടത്തണം. അപ്പോൾ രണ്ടും കൂടെ ഏറ്റെടുത്ത് വളരെ നല്ലൊരു ടാസ്ക് ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മളെ ഇത്തരത്തിലുള്ള ഒരു ഗ്രാമപ്രദേശങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഗ്രന്ഥശാലയുടെ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആശയം തുടങ്ങിയത്. ഏതാണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളിത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറ്റമുക്കിലെ വായനാപ്രേമികൾക്ക് ഇന്ന് ഏറെ പ്രിയപ്പെട്ട ഇടമാണ് ഈ റേഷൻ കട. ഇന്നാട്ടിലെ ഒട്ടേറെ പേർ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന പുസ്തകങ്ങളിലൂടെ വായനാശീലം വളർത്തുന്നുണ്ട്. റേഷൻ കടയിലേക്കുള്ള യാത്ര ഇനി അറിവിന്റെ ലോകത്തേക്കുള്ള യാത്ര കൂടിയാവുകയാണ്. ജനം, കൊല്ലം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ സമ്മർദ്ദമേറുകയാണ്. പാർട്ടിയിലെ VD സതീശൻ പക്ഷം ഒഴികെയുള്ള നേതാക്കളാണ് ധാർമ്മികത ഉയർത്തിക്കാട്ടി രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇതിനായി രാഹുൽ രാജിവെച്ച് ഒഴിയണമെന്നുമാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുറകിൽ നിന്ന് കുത്തിയെന്ന വിമർശനവും പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ശാലിനി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രശ്നങ്ങൾ വരികയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. ദേവിക, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമാകുകയാണ്. കൂടുതൽ യുവതികൾ പരാതികളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം, പോലീസിന് മുൻപാകെ സമീപിക്കുന്നു, പാർട്ടിയെ ഔദ്യോഗിക നേതൃത്വത്തെ സമീപിക്കുന്ന സാഹചര്യം. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് MLA സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നൊരാവശ്യം ഇപ്പോൾ ഉയർന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ച് അവരുടെ യുവജന പ്രസ്ഥാനങ്ങളിൽ ഉള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള അമർഷം പൊട്ടിത്തെറിയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുന്ന വാട്സപ്പ് ഗ്രൂപ്പിലടക്കം ഉണ്ടായിരുന്നു. പിന്നീട് അത് ചേരിതിരിഞ്ഞ് പോരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അബിൻ വർക്കിയുമായി ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്രമിക്കുന്നു, മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുനായികൾ അബിൻ വർക്കിയെ ആക്രമിച്ചുകൊണ്ടും പിന്നിൽ നിന്ന് കുത്തുന്നവനാണെന്നും ബാഹുബലി സിനിമയുടെ കട്ടപ്പയാണെന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് വാക്പോരിലേക്കൊക്കെ പ്രത്യക്ഷമായി എത്തുന്ന സാഹചര്യം. ഈ ഘട്ടത്തിൽ ദേശീയ നേതൃത്വം ഇടപെടുകയും ആ ഗ്രൂപ്പിൻ ഓൺലി അഡ്മിൻ ആക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയും ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാർ അടക്കമുള്ളവർ മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായി MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ഉന്നയിക്കുന്നത്. അല്പസമയം മുമ്പ് MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരും അതേ നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഒരു അബോർഷൻ എന്നുള്ളത് ഒരു മനുഷ്യഹത്യയാണ്, ഒരു ജീവൻ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ അങ്ങനെ ചെയ്ത ഒരാൾ ജനപ്രതിനിധിയായി ഇരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ളതാണ് CPMന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഉള്ളത്. സ്വാഭാവികമായും അതിന് പിന്നാലെ തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കന്മാരുടെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. ബീഹാറിലേക്ക് പോയിരുന്ന ഷാഫി പറമ്പിൽ MP അദ്ദേഹം തിരിച്ചിന്ന് കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 10:00 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പല ഘട്ടങ്ങളിലും പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയ സമയത്തും അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോഴും ഒക്കെ ഒരു സംരക്ഷണ കവചം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുക്കിയത് ഷാഫി പറമ്പിലാണ്. സ്വാഭാവികമായും ഷാഫി ഏത് തരത്തിലുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഈ വിവാദം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു പ്രതികരണമോ ഒന്നും തന്നെ ഷാഫി പറമ്പിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ സാഹചര്യത്തിൽ നിന്ന് 10:00 അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും ഷാഫി ഇക്കാര്യത്തിൽ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് മാത്രം പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത്. MLA സ്ഥാനം കൂടി രാജിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിയമസഭയിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യം. അപ്പോൾ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുക മാത്രമാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ള ഏക പോം വഴി. അതിന് രാജിയല്ലാതൊരു വഴിയില്ല എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമോ അതോ ഒരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് കേസ് ആരോപണം എന്നൊക്കെ പറഞ്ഞ് മുഖം രക്ഷിക്കാനുള്ള നീക്കമായിരിക്കുമോ ഇനി കോൺഗ്രസ് നടത്താൻ പോവുക എന്നുള്ളത് വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്രയധികം സംഭവ വികാസങ്ങൾ, കേസുകൾ, പരാതികൾ പോലീസിന് മുൻപാകെ അടക്കം എത്തിയിട്ടും ഔദ്യോഗികമായി ഇന്ന് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഈ സമയത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മൗനം തുടരുന്ന ഒരു സാഹചര്യം. ഗോഡ്ഫാദർ അടക്കമുള്ളവർ മറുഭാഗത്ത് മൗനം തുടരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇക്കാര്യത്തിൽ മൗനം തുടരുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ. എന്തായാലും പീഡന പരാതികളും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി കൂടുതൽ യുവതികൾ കൂടി പരാതികളുമായി രംഗത്തെത്തും എന്നുള്ള സൂചനകൾ കൂടി ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. ദേവിക. ശരി ശാലിനി.
കോഴിക്കോട് വീണ്ടും ആശങ്ക ഏറുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് 6 പേരാണ്. ഓമശ്ശേരി സ്വദേശികളായ ദമ്പതികളുടെ 3 മാസം പ്രായമായ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ആശങ്കയിലായിട്ടുണ്ട്. വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് സ്ഥിതിഗതികൾ വഷളാക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഈ ഒരു ഘട്ടത്തിൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കയാണ്. കാരണം നേരത്തെ പറഞ്ഞിരുന്നു ഭയം വേണ്ട, കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ 6 പേരാണ് ഇത്തരത്തിൽ ചികിത്സയിലുള്ളത് എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല 3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ അവസ്ഥ അതിപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? അതായത് ഈ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ വലിയ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. കാരണം തുടരെ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 6 പേരാണ്. ഇതിൽ 3 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ കുഞ്ഞ് കഴിഞ്ഞ 3 ആഴ്ചയായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ 11 വയസ്സുകാരി, നിലവിൽ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ചികിത്സയിൽ തുടരുന്ന 11 വയസ്സുകാരിയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ മലപ്പുറം സ്വദേശിയായ 47-കാരൻ, അത് 55-കാരനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ തുടരെ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അതിന്റെ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നതാണ്. ഈ ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള 4ാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഈ കുട്ടിക്ക് അസുഖം ബാധിച്ചത് ഈ കുട്ടിയുടെ വീട്ടിലെ കിണറിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ സഹോദരങ്ങളിൽ 2 പേരാണ് സഹോദരങ്ങളായിട്ടുള്ളത്. ഇതിൽ ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്, മറ്റേയാളുടെ സ്രവ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ കുട്ടിക്കും പനി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഈ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും എവിടെയാണ് ഈ വൈറസിന്റെ ഉറവിടം എന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു വെല്ലുവിളിയാണ്. മാത്രമല്ല ഈ കോഴിക്കോടും മലപ്പുറം ജില്ലകളിലൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. പുഴയിൽ കുളിക്കുന്നത് ഒഴിവാക്കുക, തോട് തുടങ്ങിയ സ്വിമ്മിംഗ് പൂൾ എന്നിവയിൽ നിന്നൊക്കെ കുളിക്കുന്നതൊക്കെ ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വീട്ടിലെ കിണറിൽ നിന്നാണ് ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം പടർന്നിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ വീടും ചുറ്റുവട്ടത്തുള്ള ജലാശയങ്ങളും ഒക്കെ തന്നെ ക്ലോറിനേഷൻ ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ സമാന ലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിലുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ദേവിക, ശരി അനക്ക. കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കേന്ദ്ര പ്രതിനിധി പഠന സംഘം ഇന്ന് കുട്ടനാട്ടിലെത്തും. കുട്ടനാട്ടിലെ വിവിധ മേഖലകൾ സന്ദർശിക്കും. കാർഷിക മേഖലയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായും സംയുക്ത കർഷകവേദി ഭാരവാഹികളുമായും ചർച്ച നടത്തും. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘം കുട്ടനാട്ടിൽ എത്തുക എന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയിലൂടെയാണ് അവർ പോകുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി സമരങ്ങൾ അവർ ചെയ്തു, പ്രതിഷേധങ്ങൾ നടത്തി. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണങ്ങൾ പോലും ആകാത്ത ഒരു സാഹചര്യമാണിത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സംഘം ഇവിടേക്ക് എത്തുന്നത്. ദേവിക, വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുട്ടനാട്ടിലെ നെൽകർഷകരടക്കമുള്ള കേരളത്തിലെ കർഷക സമൂഹം മൊത്തത്തിൽ തന്നെ ഈ ഒരു സന്ദർശനത്തെ, കേന്ദ്ര സംഘത്തിൻ്റെ വരവിനെ കാണുന്നത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ മേഖലയിലെല്ലാം തന്നെ നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം കുട്ടനാട് പോലത്തെ ഒരു പ്രദേശം, അതായത് സമുദ്രനിരപ്പിലും താഴ്ന്ന ഈ പ്രദേശത്തെ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ, അത് സാധാരണക്കാരായി അവിടെ താമസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം, കുടിവെള്ളത്തിൻ്റെ വലിയ പ്രശ്നം, പകർച്ചവ്യാധി ഭീഷണി, ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ അവിടുത്തെ പൊതുസമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിൽ കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നത്. അത്തരത്തിൽ ആ പ്രതിസന്ധിയോടെ പടവെട്ടി അവർ കൃഷി ചെയ്താലും
അതിൻ്റെ വില കൃത്യസമയത്ത് കിട്ടുന്നില്ല. അത്തരം പ്രതിസന്ധികൾ വേറെ. അതിനോടൊപ്പമാണ് മടവീഴ്ചയടക്കമുള്ള ഓരോ വർഷവും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചുള്ള മറ്റ് തിരിച്ചടികൾ. ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇതൊരു വിദഗ്ധ സംഘം പഠിച്ച് ഇതിന് പരിഹാരം കാണണമെന്ന ഒരു ആവശ്യം അത് മുതിർന്ന BJP നേതാവായ കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലുള്ള കർഷകരുമായി കൂടിയാലോചിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അത് കേന്ദ്ര കൃഷിമന്ത്രിക്കും ഫിഷറീസ് മന്ത്രിക്കും അടക്കം 5 മന്ത്രിമാർക്ക് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുട്ടനാട്ടിലെ അടക്കമുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് ഒരു പ്രതിവിധി കണ്ടെത്താനും അതോടൊപ്പം തന്നെ ഈ പാടശേഖരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സമയങ്ങളിൽ മത്സ്യകൃഷി അടക്കം ചെയ്തുകൊണ്ട് ടൂറിസം മേഖലയുമായും ബന്ധപ്പെടുത്തി അവിടെ ഒരു വലിയ വരുമാന മാർഗം ഉണ്ടാക്കിക്കൊണ്ട് കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആ ജീവിത നിലവാരം അത് ഉയർത്തുന്നതിനുതകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന വലിയ ഒരു വെല്ലുവിളി, വലിയ ഒരു ഉദ്യമം, അതിനാണ് ഈ കേന്ദ്ര സംഘത്തെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അത് കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി, അതിൽ പാലക്കാട്ടു നിന്നുള്ള കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷനും അടക്കം അടങ്ങിയ ആ സമിതി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഘത്തെ നിയോഗിച്ചത്. ഇത് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനായ മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വരുന്നത്. വിവിധ വകുപ്പുകളിലുള്ള അതിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഗൽഭ്യം തെളിയിച്ച ശാസ്ത്രജ്ഞരടക്കമുള്ളവരാണ് ഈ സംഘത്തിലുള്ളത്. അവർ ഇന്ന് ആലപ്പുഴയിലെത്തിയ ചേർത്തല, കുട്ടനാട് മേഖലകളിലുള്ള കർഷകരുമായും അതോടൊപ്പം തന്നെ മത്സ്യ കർഷകരുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം ഈ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതിസന്ധി, ഇവിടുത്തെ രീതികൾ എന്താണ്, അതുകൂടെ പഠിച്ചുകൊണ്ട് അതിന് അനുയോജ്യമായ ഒരു പദ്ധതി തയ്യാറാക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അത് സംബന്ധിച്ച വിശദീകരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ ഈ നടത്തിയ പഠനങ്ങൾ, ഇന്നലെ എറണാകുളത്ത് ചർച്ചകൾ നടത്തിയിരുന്നു, വിദഗ്ധരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ആലപ്പുഴയിലേക്ക് എത്തുന്നത്. ഇവരുടെ ഈ സന്ദർശനത്തിന് ശേഷമുള്ള അവരുടെ വിലയിരുത്തലുകൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കും എന്നാണ് പറയുന്നത്. ഇതിന് പിന്നാലെ കേന്ദ്ര കൃഷിമന്ത്രി അടക്കമുള്ളവർ കുട്ടനാട്ടിലേക്ക് എത്തുമെന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ കുട്ടനാട്ടിലെ നെൽകർഷകരടക്കം പാലക്കാട്ടെ നെൽകർഷകരടക്കമുള്ളവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾ, ഓണാട്ടുകരയിലെ നെൽകർഷകരുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിനെ വളരെ പ്രതീക്ഷയോടെ കാണുന്നു. അതിന് ഏറ്റവും പ്രധാന കാരണം സംസ്ഥാന സർക്കാർ ഈ മേഖലയോടുള്ള കടുത്ത അവഗണന തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വോട്ട് ബാങ്ക് ലക്ഷ്യം വയ്ക്കാതെ BJPയുടെ ഇടപെടൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക്, ജനകീയ വിഷയങ്ങളിലേക്ക് നീങ്ങുന്നു. അതിന് പരിഹാരം കാണാനുള്ള ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് ഈ വരവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതും. ദേവിക. ശരി സുധീഷ്. മലപ്പുറം പുളിക്കൽ പഞ്ചായത്ത് പരിധിയിൽ ടൺ കണക്കിന് ആശുപത്രി മാലിന്യം തള്ളിയ DYFI പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. അന്തിയൂർക്കുന്ന് സ്വദേശി ഹസീബുദ്ദീനാണ് അറസ്റ്റിലായത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പാറമടയിലാണ് ടൺ കണക്കിന് ആശുപത്രി മാലിന്യം ഇയാൾ തള്ളിയത്. അനഘ ഹർഷൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, വളരെ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു ഒരു DYFI നേതാവ്. ഇപ്പോൾ അയാൾ അറസ്റ്റിലായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ഈ മലപ്പുറം പുളിക്കൽ പഞ്ചായത്ത് പരിധിയിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കോറി, ഈ കോറിയിലേക്കാണ് തൊട്ടടുത്തുള്ള, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അടക്കമുള്ള മാലിന്യം ഈ കോറിയിലേക്ക് തള്ളിയത്. ഇതിനൊക്കെ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കോറി ഉടമയ്ക്കും അതുപോലെ തന്നെ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ആന്തിയൂർക്കുന്ന് സ്വദേശി ഹസീബുദ്ദീനും DYFI പ്രവർത്തനായിട്ടുള്ള ഹസീബുദ്ദീൻ അടക്കം ഈ കോറി വേസ്റ്റ് അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ഒരു നോട്ടീസ് നൽകിയിരുന്നു. മാത്രമല്ല ഇവർക്കെതിരെ, ഈ DYFI പ്രവർത്തകനെതിരെ അടക്കം പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കോറി വേസ്റ്റ് സ്ഥലത്ത് നിന്ന് ഇവർ എടുത്തു മാറ്റിയില്ല. അതിനെ തുടർന്നാണ് ഇന്നലെ ഈ DYFI പ്രവർത്തകനായിട്ടുള്ള ആന്തിയൂർക്കുന്ന് സ്വദേശി ഹസീബുദ്ദീനെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിൽ ആളുകൾക്ക് വലിയ രീതിയിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ആശുപത്രി മാലിന്യം പൊതു ഇടത്തിൽ തള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് 30ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ കുടിവെള്ള കിണറുണ്ട്. ഈ കിണറിനോട് ചേർന്നാണ് ഈ മാലിന്യം തള്ളിയത് എന്നതാണ്. അതോടെ ഈ 30ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുട്ടിയിരിക്കുന്നത് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ DYFI പ്രവർത്തകൻ ആയിട്ടുള്ള ഹസീബുദ്ദീൻ അറസ്റ്റിലായിരിക്കുന്നത്. എന്നാലും ഇദ്ദേഹം ഈ CPM-നകത്തു തന്നെയുള്ള പല പ്രമുഖ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയടക്കം ഇയാളുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു, അതായത് വളരെ ഗുരുതരമായിട്ടുള്ള ഈ കുറ്റകൃത്യം ചെയ്ത്
വെച്ചിരിക്കുന്ന ഒരാൾ ഡിവൈഎസ്പിയുടെ സജീവ പ്രവർത്തകനാണ് എന്ന് കൂടി പറയാതിരിക്കാൻ കഴിയില്ല. ഈ പ്രദേശത്തെ ആളുകൾ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഈ ക്വാറിയിൽ ഇത്തരത്തിൽ ആശുപത്രി മാലിന്യം തള്ളാൻ പ്രദേശത്തെ CPM അടക്കം കൂട്ടുനിൽക്കുന്നുണ്ട് എന്നൊരു ആരോപണം നേരത്തെ ഈ പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഈ ഡിവൈഎസ്പി പ്രവർത്തകനായിട്ടുള്ള ഹസീബുദ്ദീന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് CPMന്റെ നേതൃത്വം കൂട്ടുനിന്നുകൊണ്ട് ഇത്തരത്തിൽ ആശുപത്രി മാലിന്യം ഈ പ്രദേശത്തെ ക്വാറിയിൽ തള്ളാൻ കൂട്ടുനിന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ദേവിക. ശരി അനഘ. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയ പ്രതി അറസ്റ്റിൽ. സജീവ് എന്നയാളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇന്നലെയാണ് വലിയതറ പോലീസ് സ്റ്റേഷനിലെ മനു എന്ന പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റത്. കൊച്ചുള്ളൂരിലെ വീടിന് മുന്നിൽ വെച്ച് രാത്രി 10:30യോടെയായിരുന്നു സംഭവം ഉണ്ടായത്. ശ്രീനന്ദ SP ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിലെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ദേവിക, കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു ഈ പ്രതി സജീവിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ കഴിഞ്ഞ ദിവസം ഉള്ളൂരിൽ വെച്ച് മനു എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയ കേസിലാണ് ഇയാൾ ഒളിവിലായിരുന്നു. ഇന്ന് രാവിലെ പാറോട്ടുകോണത്തുള്ള വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വ്യക്തമായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരനായ മനുവിൻ്റെ വീട്ടിന് മുൻവശത്തായി പാർക്കിങ്ങിൻ്റെ പേരിൽ നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്താണ് അവിടെ സജീവ് എന്ന് പറയുന്ന ഒരാൾ പാർക്ക് ചെയ്യുന്ന പേരും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ, സജീവും മനുവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും, പക്ഷേ ആ ഒരു വാക്കേറ്റത്തിനൊടുവിൽ സജീവ് മനുവിനെ കുത്തുകയുമായിരുന്നു. അപ്പോൾ പക്ഷേ പാർക്ക് ചെയ്തിരുന്ന വാഹനം സജീവിൻ്റേതല്ല എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഈ ഒരു വാക്ക് തർക്കത്തിനൊടുവിലാണ് അതൊരു കയ്യാങ്കളിയിലേക്ക് നയിക്കുകയും വളരെ നിസ്സാരമായ പരിക്കുകളാണ് മനുവിന് ഏറ്റിട്ടുള്ളത്. എന്നാലും ഇയാൾ ഒളിവിലായിരുന്നു, സജീവ് എന്ന് പറയുന്ന ആൾ ഒളിവിലായിരുന്നു. ഇന്ന് രാവിലെയോട് കൂടിയാണ് പാറോട്ടുകോണത്ത് ഇയാളുടെ വീട്ടിൽ നിന്നും മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രത്യേകിച്ച് ഈ സജീവിൻ്റെ പേരിൽ മുൻപും സമാനമായ കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ പോലീസ് എന്താണ്, വേറെന്തെങ്കിലും വൈരാഗ്യമുണ്ടോ ഈ ഒരു പോലീസുകാരനെ കുത്തുന്നതിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. ശരി ശ്രീനന്ദ. കേന്ദ്ര പദ്ധതി സംസ്ഥാന സർക്കാർ പദ്ധതി എന്ന് അവതരിപ്പിച്ച് മലമ്പുഴ MLA A. പ്രഭാകരൻ കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കേന്ദ്ര ടൂറിസം വകുപ്പ് 75.87 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവർത്തനമാണ് സംസ്ഥാന പദ്ധതി എന്ന് MLA ഇപ്പോൾ പറയുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായതോടെ ഉദ്യാനം സന്ദർശിച്ച ശേഷമാണ് MLAയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. അരുണാലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇപ്പോൾ കേന്ദ്ര പദ്ധതി സംസ്ഥാന സർക്കാർ പദ്ധതി എന്ന് അവതരിപ്പിച്ചിരിക്കുന്നു. മലമ്പുഴ MLA എന്നുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ടൂറിസം വകുപ്പ് 75 കോടി രൂപയിലധികം ചിലവഴിച്ച് നടത്തുന്ന നവീകരണ പ്രവർത്തനമാണ് ഇപ്പോൾ സംസ്ഥാന പദ്ധതി എന്ന രീതിയിൽ MLA അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും കേന്ദ്ര പദ്ധതികളെ സംസ്ഥാന പദ്ധതി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു സ്ഥിരം ട്രെൻഡ് ഉണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. കാരണം ഇത് കേന്ദ്ര പദ്ധതിയാണെന്നും കേന്ദ്രം എത്രത്തോളം തുകയാണ് ഇതിന് പിന്നിൽ ചിലവഴിച്ചത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായതോടെ ഉദ്യാനം സന്ദർശിച്ച ശേഷമാണ് MLA ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നും കേന്ദ്ര സർക്കാർ ഇത്രത്തോളം തുക അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുള്ളതെന്നും വളരെ വ്യക്തമായ രേഖകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ MLA ഇതൊരു സംസ്ഥാന പദ്ധതിയായി ചിത്രീകരിക്കുന്നത്? ദേവിക, മലമ്പുഴ MLA ഒരു കേന്ദ്ര പദ്ധതിയെ സംസ്ഥാന പദ്ധതി ആയി അവതരിപ്പിച്ചുകൊണ്ട് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മലമ്പുഴ ഡാമിന്റെ ഉദ്യാനം അത് വളരെ ശോചനീയാവസ്ഥയിലാണ്. നമ്മൾ ജനം TV തന്നെ സംസ്ഥാന സർക്കാർ ഈ മലമ്പുഴ ഡാമിന്റെ ഉദ്യാനത്തോട് കാണിക്കുന്ന അവഗണന നേരത്തെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം അവിടുത്തെ പൂന്തോട്ടമാണെങ്കിലും അതല്ലെങ്കിൽ കളി ഉപകരണങ്ങളാണെങ്കിലും മറ്റുമൊക്കെ അവിടുത്തെ ഒരു നീന്തൽക്കുളമാണെങ്കിലൊക്കെ പാഴായി കിടക്കുന്ന, പണ്ട് വലിയ പ്രതാപത്തിലുണ്ടായിരുന്ന എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനിടയ്ക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 75.87 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇത് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടത്. അന്ന് നമ്മൾ ജനം TV ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഏതായാലും ആ സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ പൂർണ്ണമായും കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയിൽ ഇത്തരത്തിൽ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ഈ കഴിഞ്ഞ ദിവസം നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്താണ് മലമ്പുഴ MLA ആയ A. പ്രഭാകരൻ ആ ഉദ്യാനം സന്ദർശിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ MLA പറയുന്നത് ഇപ്രകാരമാണ്: നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. താൻ ഈ വിഷയത്തിൽ നിരവധി തവണ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെയും ടൂറിസം വകുപ്പ് മന്ത്രിയുടെയും ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഉൾപ്പെടെയാണ് ഈ MLAയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല, സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ വികസനോന്മുഖ കാഴ്ചപ്പാടും തൻ്റെ നിരന്തര ശ്രമവുമാണ് പദ്ധതി യാഥാർത്ഥ്യമാവാൻ കാരണമെന്ന് എന്നും MLA ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയാണ് ഇത് എന്നുള്ളത്. പൂർണ്ണമായും കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഫണ്ടോടുകൂടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. 75.87 കോടി രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്നത്. ഇത് കേവലം മലമ്പുഴയിൽ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടൂറിസം മേഖലകളിൽ ഇത്തരത്തിൽ സ്വദേശ് ദർശൻ 2.0 സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചിട്ടുണ്ട്. അത് ഓരോ ഇടത്തും എത്രയൊക്കെ രൂപ അനുവദിച്ചു എന്നത് ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആണ്, ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെയാണ് ഈ പൂർണ്ണമായും കേന്ദ്ര ഫണ്ടിൽ വരുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയെ തൻ്റെ സ്വന്തം പദ്ധതിയായിട്ട് മലമ്പുഴ MLA ആയ A. പ്രഭാകരൻ അവതരിപ്പിക്കുന്നു. ഏതായാലും ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ നേതാവായ രാജീവ് കേരളശ്ശേരി ഉൾപ്പെടെ ഇത്തരം വിഷയം, ഇതൊരു എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞുകൊണ്ട് കേന്ദ്ര പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള MLAയുടെ ശ്രമമാണ് എന്നുള്ളതിന് വിമർശനവുമായിട്ട് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും പൊതുമധ്യത്തിൽ ഇത് തങ്ങൾ തുറന്നു കാണിക്കുമെന്നുള്ളതാണ് BJP നേതാക്കൾ പറയുന്നത്. കേന്ദ്ര പദ്ധതികൾ ഓരോ ദേശീയപാതയും മറ്റുമൊക്കെ ഒരു വശത്ത് PM മുഹമ്മദ് റിയാസും മറ്റുമൊക്കെ ദേശീയപാതകൾ നിർമ്മിച്ച് അതിൻ്റെ ക്രെഡിറ്റ് ഒരു വശത്ത് എടുത്ത് തങ്ങളുടേതാണെന്ന് അവതരിപ്പിച്ച് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നു. അതേസമയം തന്നെ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് വരുമ്പോൾ A. പ്രഭാകരൻ MLA ആണ് പൂർണ്ണമായും കേന്ദ്ര ഫണ്ടിൽ ആ മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാനം നവീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായിട്ടും സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ വികസനോന്മുഖ കാഴ്ചപ്പാടായിട്ടും ഒപ്പം തൻ്റെ നിരന്തര ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഉദ്യാന നവീകരണം നടക്കുന്നത് എന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി. മുതലമടയിൽ വനവാസി യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട് തല്ലിയ കേസിൽ ഫാം സ്റ്റേ ഉടമ പ്രഭു ഒളിവിൽ. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. വെള്ളയൻ എന്ന യുവാവിനെ 6 ദിവസത്തോളം പട്ടിണിക്കിട്ട് മർദ്ദിച്ചു എന്നാണ് പരാതി. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രതി, ഇയാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ പോലീസിന് ഈ പ്രതി ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായി എന്നുള്ളത് തന്നെയാണ്. പ്രതി ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ളതാണ് കൊല്ലങ്കോട് പോലീസ് പറയുന്നത്. പ്രതിക്കായി അന്വേഷണം നടത്തുന്നതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും മുതലമട ഊർക്കുളം വനമേഖലയിലാണ് പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു തോട്ടത്തിൽ ജോലിക്ക് പോയതായിരുന്നു മുച്ചക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന വനവാസി യുവാവ്. ഈ സമയം ആ ഫാം സ്റ്റേയുടെ തോട്ടത്തിൻ്റെ പറമ്പിൻ്റെ ഭാഗത്ത് ഒരു ബിയർ കുപ്പി കാണുന്നു. അവർ ആ ബിയർ കുപ്പി പൊട്ടിച്ച് അയാൾ അതെടുത്ത് കുടിക്കുന്നു. അങ്ങനെ കുടിച്ചതിന് ശേഷം പിന്നീട് ഈ വെള്ളയനെ ഇത് കണ്ടുവന്ന ഫാം ഉടമ ഈ പ്രഭു ഒരു ഇരുട്ടുമുറിയിൽ പൂട്ടിയിടുകയും പട്ടിണിക്കിടുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അവിടുത്തെ പ്രദേശത്തെ വാർഡ് മെമ്പറും നാട്ടുകാരും ഒക്കെ ഇയാളെ കാണാതായതോടുകൂടെ തന്നെ അവർ തിരച്ചിൽ ആരംഭിച്ചു. ഇവർക്കൊരു ചെറിയ വിവരം കിട്ടി, ഫാം സ്റ്റേയിൽ ഇദ്ദേഹത്തെ പൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വിവരം ലഭിച്ചു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഈ വാർഡ് മെമ്പറും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്ന് വെള്ളയനെ ഫാം സ്റ്റേയിൽ നിന്നും മോചിപ്പിക്കുന്നത്. വലിയ അവശനിലയിലായിരുന്നു വെള്ളയൻ. തുടർന്ന് ഈ വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും സംഭവം ഇന്നലെ നമ്മൾ ജനം TV ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പോലീസ് ഈ പ്രതിക്കെതിരെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നായതോടുകൂടെയാണ് പ്രതി ഒളിവിൽ പോയിരിക്കുന്നത്. ശരിയാണ്. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രനിലെത്തുന്ന 4ാമത്തെ രാജ്യമെന്ന നിലയിൽ ഭാരത ചരിത്രം കുറിച്ച ദിവസമാണ്. ചന്ദ്രയാൻ 3 വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത്.
ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രനിലെത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയ ദിനം. 2023 ഓഗസ്റ്റ് 23-ന് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ വിക്രം ലാൻഡറിന്റെ സുരക്ഷിതവും മൃദുവായതുമായ ലാൻഡിംഗ് പൂർത്തിയാക്കി. ഇതോടെ ചന്ദ്രനിൽ ഇറങ്ങുന്ന 4ാമത്തെ രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയ്ക്ക് സമീപം ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യവുമായി ഇന്ത്യ മാറി. സോഫ്റ്റ് ലാൻഡിംഗിന് ശേഷം പ്രഗ്യാൻ റോവറിന്റെ വിജയകരമായ വിന്യാസം നടന്നു. ലാൻഡിംഗ് സൈറ്റിന് ശിവശക്തി പോയിന്റ് എന്ന് നാമകരണം ചെയ്തു. ഈ നേട്ടത്തെ ആദരിക്കാനായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. ISROയുടെയും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും സംഭാവനകളെ ആദരിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനും ഈ ദിനം വിവിധ പരിപാടികൾ നടത്തപ്പെടുന്നു. ഭാരതം ബഹിരാകാശ രംഗത്ത് സ്വപ്നം കാണുന്ന, ലക്ഷ്യമിടുന്ന എല്ലാ പദ്ധതികളും വിജയകരമാകട്ടെ എന്ന് ഈ ദിനത്തിൽ നമുക്ക് ആശംസിക്കാം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ മാതൃക പുറത്തുവിട്ട് ISRO തദ്ദേശീയമായി വികസിപ്പിച്ച സ്പേസ് സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂൾ 2028 വിക്ഷേപിക്കും. 2035 മറ്റ് 4 മൊഡ്യൂളുകൾ കൂടി ബഹിരാകാശത്ത് എത്തിക്കും. ഭൂമിക്ക് മുകളിൽ 450 കിലോമീറ്റർ ഉയരത്തിലാകും BAS സ്ഥാപിക്കുക. 1ാം മൊഡ്യൂളിന് 10 ടൺ ഭാരമുണ്ടാകും. തദ്ദേശീയമായി വികസിപ്പിച്ച സംവിധാനങ്ങളാകും BASൽ ഉണ്ടാവുക. പുത്തൻപുലരി പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.